അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ VT സാങ്കുട്ടി അങ്കിളാണ്. അമേരിക്കയിലെ ഡാളസിൽ പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ കർത്തൃദാസിൻ്റെ ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. കേരളത്തിൽ IPC പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന കർത്തൃഭൃത്യന്മാരിൽ ഒരാളായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ KC ജോൺ പാസ്റ്ററുടെ സഹപാഠിയും, അവരൊരുമിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് അവരുടെ പഠനം ഒക്കെ നിർവഹിച്ച ഒരുപാട് അനുഭവങ്ങളും പ്രിയ കർത്താവിൻ്റെ ദാസൻ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ. ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ച് വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഈ ദൈവഭൃത്യൻ്റെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് ഒരു വേറിട്ട അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു അനുഭവമില്ല. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരങ്ങൾ അറിയിക്കൂ. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ വിവരങ്ങൾ അറിയിക്കുക. എല്ലാ തിങ്കളാഴ്ചയും രാത്രി സാക്ഷി പറഞ്ഞ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ VT സാങ്കുട്ടി അങ്കിളിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അരോമ TVയിലെ ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കി തന്നത് ഓർത്ത് ആദ്യം കർത്താവിനെ നന്ദി അറിയിക്കുന്നു. അരോമ TVയിലെ പാസ്റ്റർ ദാനിയേൽ ജോണിനോടും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റർ ഗ്രേസിനോടും ആദ്യമായി ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ VT സാംകുട്ടി. ഞാനിപ്പോൾ ലൂയിസ്വിൽ ഡാളസിൽ ടെക്സാസ് സ്റ്റേറ്റിലായിരിക്കുന്നു. എൻ്റെ വൈഫിൻ്റെ പേര് ആലിസ് സാംകുട്ടി. ഞങ്ങൾക്ക് 3 മക്കൾ, ഒരു മകനും 2 പെൺകുട്ടികളും. മകൻ കുടുംബമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് പാർക്കുന്നു. 2 കൊച്ചുമക്കളും ഞങ്ങൾക്കുണ്ട്. ഒന്ന് മകൻ്റെ മകൻ, അതിൻ്റെ ഇളയ മകളുടെ കൊച്ചുമോള്. ഞങ്ങൾ 95 മുതൽ US-ലായിരിക്കുന്നു. എൻ്റെ ജന്മസ്ഥലം എടത്വ, ആലപ്പി ഡിസ്ട്രിക്ട്, കേരള സ്റ്റേറ്റ്. എൻ്റെ പിതാവിൻ്റെ പേര് VI തോമസ്. എൻ്റെ മദറിൻ്റെ പേര് റിബേക്ക തോമസ്. 1944 ജൂൺ 5-ാം തീയതി ദൈവം ഈ ഭൂമിയിൽ എനിക്ക് ജന്മം തന്നു. ഞങ്ങൾ ആനപ്രമ്പാൻ മാർത്തോമ ഇടവകയിലാണ് ഞങ്ങൾ ആരാധിച്ചു വന്നിരുന്നത്. എൻ്റെ 12ാമത്തെ വയസ്സിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ഇടയായി തീർന്നു. ഞാൻ ബാല്യം മുതലേ രാവിലെ സൺഡേ ഞങ്ങളുടെ മാർത്തോമ സഭയുടെ സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യും. അതിനുശേഷം ചർച്ചിൽ ആരാധനയ്ക്ക് പോവും. ആരാധന കഴിഞ്ഞ് വന്ന് ഉച്ചഭക്ഷണം ഉച്ച കഴിഞ്ഞ് ഒരു സൺഡേ സ്കൂളുണ്ട്. അത് മാർത്തോമക്കാരും CSIക്കാരും മറ്റ് സഭാംഗങ്ങളെല്ലാം കൂടി നടത്തുന്നതാണ്. ഈ 2 സൺഡേ സ്കൂളിലെ വേദ അധ്യയനം എനിക്ക് ആത്മീയമായിട്ട് വളരുവാൻ, കർത്താവിനെ കുറിച്ച് അറിയുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ഞങ്ങൾ 4 സഹോദരന്മാരും 4 സഹോദരിമാരുമാണ്. സഹോദരന്മാരിൽ ഏറ്റവും ഇളയതാണ് ഞാൻ. എൻ്റെ മൂത്ത ഒരു സഹോദരിയുണ്ട്. മറ്റേ 3 സഹോദരിമാരും എൻ്റെ ഇളയതാണ്. ബാല്യം മുതലേ അപ്പോൾ ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥനയിൽ രാവിലെയും വൈകിട്ടും മാതാപിതാക്കളോടൊന്നിച്ച് ഉള്ള കുടുംബ പ്രാർത്ഥനയുണ്ട്. അതുകൂടാതെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് എൻ്റെ ഇളയ സഹോദരിമാരുമായിട്ട് അവർ
ഒന്നിച്ച് ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ടാണ് വൈകിട്ടത്തെ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. സൺഡേ സ്കൂൾ അധ്യാപകർ എനിക്ക് നല്ല പ്രോത്സാഹനമൊക്കെ തന്നു. അങ്ങനെ ബില്ലിഗ്രാം ആദ്യമായിട്ട് കോട്ടയത്ത് വന്ന് ക്രൂസൈഡ് നടത്തി. അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞ് ആ ടീമിലുണ്ടായിരുന്ന ഒരു മിഷണറി എഡ്വിൻ ഹോവർ എന്ന് പറയും, അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ആനപ്രമ്പ മർത്തോമാ സഭയുടെ ആ വർഷത്തെ കൺവെൻഷൻ പ്രാസംഗികൻ. അപ്പോൾ ആ കൺവെൻഷന് റെഗുലറായി പോയി അറ്റൻഡ് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. ആദ്യം ഒരു 15 മിനിറ്റ് ബില്ലിഗ്രാമിൻ്റെ പ്രസംഗം അദ്ദേഹം ടേപ്പിൽ കൂടി കേൾപ്പിക്കും. അതിനുശേഷം ആ കർത്താവിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ ദൂത് അറിയിക്കും. അന്നത്തെ വികാരി അച്ഛനായിരുന്ന KK മാത്യു അച്ഛനായിരുന്നു അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആ കൺവെൻഷൻ്റെ കടശി യോഗത്തിൽ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് വളരെ മുന്നിൽ തന്നെ നിലത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. അന്ന് 12 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഒരു വലിയ സമൂഹം ആ കൺവെൻഷന് സംബന്ധിക്കുന്നുണ്ടായിരുന്നു. ശക്തിയായിട്ട് ദൈവത്തിൻ്റെ വചനം ദൈവദാസൻ അറിയിച്ചു. അവസാനം അദ്ദേഹം ഇങ്ങനെ ഓൾട്ടർ കോൾ നടത്തി. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രവർത്തിച്ചിട്ട് കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പണമുള്ളവരും എഴുന്നേറ്റ് നിന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയും. എൻ്റെ പ്രായത്തിൽ ആരും ആ സമയത്ത് എഴുന്നേറ്റില്ല. ഞാൻ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കിയെങ്കിലും ഞാൻ അവിടെ ഇരുന്നിട്ട് പരിശുദ്ധാത്മാവ് വളരെ ശക്തിയായിട്ട് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നു. ആദ്യം അല്പം ലജ്ജ തോന്നി എഴുന്നേൽക്കുവാൻ. കാര്യം ആ വലിയ സമൂഹത്തിൽ എൻ്റെ പ്രായത്തിൽ ആരും എഴുന്നേൽക്കാഞ്ഞതുകൊണ്ട് എഴുന്നേൽക്കാൻ മടി തോന്നിയെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ അവിടെ ഇരുത്തിയില്ല. ശക്തിയായ എൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു. കണ്ണുനീരോടുകൂടി ഞാൻ എഴുന്നേറ്റ് നിന്ന് കർത്താവിന് വേണ്ടി എൻ്റെ ഹൃദയം കൊടുക്കുകയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദാസൻ അവസാനം വേറെ അഡൽസായിട്ട് പലരും ഉണ്ടായിരുന്നവർ എല്ലാവരെയും വെച്ച് പ്രാർത്ഥിച്ചു. പമ്പയാറിൻ്റെ ഇക്കരെയാണ് മർത്തോമ ചർച്ച്, അക്കരെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അന്ന് എൻ്റെ മാതാവ് കൺവെൻഷന് വന്നിട്ടില്ലായിരുന്നു. രാത്രി യോഗം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ മാതാവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്തു, കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ മാതാവിന് വലിയ സന്തോഷമായി. എന്നോട് പറഞ്ഞു, 4 ആൺമക്കളിൽ നീയാണ് ഇളയത്. നീ കർത്താവിന് വേണ്ടി അങ്ങനെ ഒരു ഹൃദയം കൊടുത്ത് തീരുമാനമെടുക്കുകയും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ സമർപ്പിക്കുകയും ചെയ്തത് ഓർത്ത് അമ്മ വളരെയധികം സന്തോഷിച്ചു. അന്ന് മുതൽ എനിക്ക് വേണ്ടി വളരെയധികം ശക്തിയായി ദിനംദിനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം സൺഡേ സ്കൂളിൽ എനിക്ക് ഹല്ലേലൂയ സൺഡേ സ്കൂളിലെ ചില ടീച്ചേഴ്സ് എൻ്റെ ഈ വിവരമൊക്കെ അറിഞ്ഞ് എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. സൺഡേ സ്കൂളിലെ ചില പരസ്യയോഗം നടക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു. അതിലാദ്യമായിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ വീടിന് അവിടുന്ന് ഒരു 4 മൈൽ അകലെ ഒരു സ്ഥലത്ത് പോയി ഒരു പടർന്നു കിടക്കുന്ന ഒരു മാവിൻ്റെ തണലിൽ ഒരു കവലയിൽ നിന്ന് പരസ്യവും നടന്നു. ആദ്യമായിട്ട് അങ്ങനെ 12ാമത്തെ വയസ്സിൽ ആ സൺഡേ സ്കൂൾ ടീച്ചർ എന്നെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് പരസ്യമായിട്ട് കർത്താവിനെ സാക്ഷിപ്പാൻ അങ്ങനെ ഇടയായി. അതാണ് പരസ്യമായിട്ട് എൻ്റെ സ്വദേശത്ത് തന്നെ കർത്താവിനെ സാക്ഷിപ്പാൻ ഇടയായി. അതിനുശേഷം ആ സൺഡേ സ്കൂളിലെ അധ്യാപകൻ്റെ പ്രോത്സാഹനം നിമിത്തം വേറെ എൻ്റെ കൂട്ടുകാർ ചിലരോടൊക്കെ രക്ഷയുടെ സന്തോഷത്തിൽ കടന്നു വരുവാൻ ഇടയായി. ആ കർത്താവിൻ്റെ ദാസൻ ഞങ്ങളെ കോട്ടേജ് മീറ്റിങ്ങിനൊക്കെ
വളരെയധികം ദൂരമൊക്കെ ഞങ്ങളെ കൊണ്ടുപോകുമായിരുന്നു. അവിടെയൊക്കെ ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഞങ്ങളെ കൊണ്ട് സാക്ഷി പറയിപ്പിക്കുവാൻ. അതൊക്കെ ആത്മീയമായിട്ട് വളരെ വളരുവാനും പ്രചോദനം ലഭിക്കാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ സൺഡേ സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഒരു പ്രാവശ്യം ബോട്ടിൽ ഗോസ്പൽ റാലി നടത്തി. ഞങ്ങൾ കുട്ടനാടിൻ്റെ പ്രദേശങ്ങളിൽ കൂടി തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നുപോയി അവിടെ പരസ്യയോഗം നടത്തി. അതിനുശേഷം പല സമയങ്ങളിൽ പലയിടങ്ങളിൽ ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുപോയി അവിടെയൊക്കെ പോയി കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാൻ ഇടയായി. അങ്ങനെ സ്വദേശത്ത് കർത്താവിൻ്റെ സാക്ഷ്യം ആകുവാൻ ഇടയായി തീർന്നു. സ്കൂളിലും മിഡിൽ സ്കൂളിൽ ഒക്കെ പഠിക്കുമ്പോൾ വെള്ളിയാഴ്ച 1 മണിക്കൂർ കൂടുതൽ കിട്ടുന്നുണ്ട്. ഉച്ചയ്ക്ക് അതിനടുത്തൊരു ചർച്ച ഉണ്ട്. ഒരു CSI സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ ആ പള്ളി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ തുറന്നു തരും. അവിടെ പോയി ഞങ്ങൾ ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുവാൻ. അങ്ങനെ ബാല്യം മുതലേ ആത്മീയമായി വളരുവാൻ, ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനുള്ള അവസരങ്ങളൊക്കെ ദൈവം ഒരുക്കിത്തന്നു. അതിനുശേഷം ഞാൻ ഹൈസ്കൂളിൽ പോയി. തലവടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ 8ാം സ്റ്റാൻഡേർഡ് മുതൽ 10ാം സ്റ്റാൻഡേർഡ് വരെ അവിടെയാണ് പഠിച്ചത്. അവിടെയും അല്പദൂരമാണ്, നടന്നു പോവുകയും ഒക്കെ ചെയ്യും. എങ്കിലും അവിടെയും നല്ല കൂട്ടുകാരെയൊക്കെ ദൈവം തന്നു. ഹൈസ്കൂളിലായിരുന്നപ്പോൾ ഞാനും IPCയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന പാസ്റ്റർ KC ജോൺ, ഇപ്പോൾ ചിക്കാഗോയിലുള്ള പാസ്റ്റർ PC മാമൻ, ചെങ്ങന്നൂരുള്ള പാസ്റ്റർ കോശി, ഞങ്ങളെല്ലാം ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാ. ആ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച 4 പാസ്റ്റർമാരുണ്ട്. വേറൊരു ബ്രദറും ഉണ്ടായിരുന്നു, തോമസ് ഈപ്പൻ. അദ്ദേഹം പാസ്റ്റർ അല്ലായിരുന്നെങ്കിലും നല്ലൊരു ആത്മീയനായിരുന്നു. അദ്ദേഹം വെണ്ണിക്കുളം ബദനി അക്കാഡമിയിലെ പ്രിൻസിപ്പളായി ഇരുന്നു. ഇപ്പോൾ അദ്ദേഹം കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. അങ്ങനെ ഞങ്ങളെ ഒരു ബെഞ്ചിൽ ഇരുന്നവർ, അവരൊക്കെ ആദ്യം പഠിത്തം കഴിഞ്ഞ് കോളേജിലേക്കും അതിനുശേഷം കർത്താവിൻ്റെ വേലയ്ക്കൊക്കെ ഇറങ്ങി. എന്നാൽ ഹൈസ്കൂൾ പഠനശേഷം എൻ്റെ മൂത്ത സഹോദരൻ അന്ന് മദ്രാസിലുണ്ട്. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു, നിനക്ക് ഫർദർ സ്റ്റഡി പഠിക്കണോ അതോ എയർഫോഴ്സിൽ ചേരണമെന്ന് ചോദിച്ചു. അദ്ദേഹം എയർഫോഴ്സിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എയർഫോഴ്സിൽ ചേർന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞു. എന്നാൽ പോരാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മാച്ചൻ്റെ ഒരു മകൻ്റെ കൂടെ ആദ്യമായിട്ട് തിരുവല്ലയിൽ നിന്ന് ട്രെയിൻ കയറി മദ്രാസ് സെൻട്രലിൽ ചെന്നിറങ്ങി. അവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ കൂടെ പഠിച്ച ഒരു രാജനുണ്ടായിരുന്നു, ഒരു ഹിന്ദു നായർ കുടുംബത്തിൽപ്പെട്ടതാണ്. അദ്ദേഹം എന്നെ അവിടുന്ന് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ആമ്പത്തൂർ കൊണ്ടുപോയി. അവിടെ ചില ദിവസങ്ങൾ താമസിച്ച ശേഷം താമ്പരത്ത് ഞങ്ങളുടെ റിലേഷൻപ്പെട്ട ഒരു അച്ചായൻ്റെ അവിടെ കൊണ്ടുപോയി എന്നെ ആക്കി. അങ്ങനെ 1963 ഡിസംബറിൽ നാട് വിട്ടു. അവിടെ ചെന്ന് ടെസ്റ്റുകളൊക്കെ പാസ്സായി 1964 ജനുവരി 16-ാം തീയതി മുതൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. ഇനീഷ്യൽ ട്രെയിനിങ് അവിടെ എയർഫോഴ്സ് സ്റ്റേഷൻ താമ്പരത്തായിരുന്നു. ഏഷ്യയിലെ ഒരു ബിഗസ്റ്റ് ട്രെയിനിങ് സെൻ്ററാണ് എയർഫോഴ്സിൻ്റെ. ഞാനുള്ള ആ സമയത്ത് മറ്റ് ഇന്തോനേഷ്യയിൽ നിന്നും സിലോണിൽ നിന്നൊക്കെ ആൾക്കാർക്ക് അവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നു, ജോയിൻ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു പ്രെയർ ഗ്രൂപ്പ് ഒന്നുമില്ലായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ മലയാളി അസോസിയേഷനൊക്കെ കൂടിയിട്ട് ക്യാമ്പിനകത്ത് ഒരു നാടകം ഒക്കെ അറേഞ്ച് ചെയ്തു. അന്ന് പഴയ സിനിമാ നടിനടന്മാരൊക്കെ മാമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ താമസിക്കുന്നവരായിരുന്നു. അപ്പോൾ ഈ ക്യാമ്പിലുള്ള ചില മലയാളികൾ അവരുമായിട്ടൊക്കെ പരിചയപ്പെട്ട് അവരെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ നാടകം അവിടെ ഒരു ഓഡിറ്റോറിയത്തിലൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പോൾ എല്ലാ മലയാളികൾക്കും അതിന് ടിക്കറ്റൊക്കെ കൊടുത്തു. ആ കൂട്ടത്തിൽ എനിക്കും ടിക്കറ്റ് കിട്ടി. പക്ഷേ ഞാൻ പോയില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട പൈതലായതുകൊണ്ട്
അതിന് പോകാൻ എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. പിന്നെ എല്ലാവരെയും ഏൽപ്പിച്ചതുകൊണ്ട് ആ ടിക്കറ്റ് വാങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ ബിൽഡിങ്ങിൽ വെളിയിൽ വരാന്തയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തിരുവല്ലക്കാരനൊരു ജോൺ എന്ന് പറയുന്ന ഒരു എയർഫോഴ്സുകാരനാണ്, എന്നെക്കാൾക്ക് വളരെ സീനിയർ. അദ്ദേഹം ഒരു സോക്കർ പ്ലെയറാണ്. ഞാനും ചേർന്നപ്പോൾ മുതൽ വോളിബോളൊക്കെ കളിക്കുമായിരുന്നു, സ്കൂളിൽ വോളിബോൾ കളിക്കുമായിരുന്നു. അപ്പോൾ ആ സ്റ്റേഷൻ ടീമിലൊക്കെ എനിക്കും സെലക്ഷൻ കിട്ടി. ഈ ജോൺ ബ്രദർ വന്നിട്ട് ഇപ്പം ഞാനിങ്ങനെ അദ്ദേഹം ഒരു പ്രെയർ മീറ്റിങ്ങിന് വൈകാറായപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഡൊമസ്റ്റിക് ഏരിയയിൽ അതിനോടകലെ സ്റ്റേഡിയം ഉണ്ട്, സ്പോർട്സ് സ്റ്റേഡിയം, സ്പോർട്സ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു റൂമിൽ എല്ലാ ദിവസവും എയർമെന് ഒന്നിച്ചുകൂടി പ്രാർത്ഥന നടക്കുന്നു. അതെനിക്കറിയത്തില്ല. അപ്പോൾ ഈ നാടകത്തിന് പോകേണ്ട ആ ദിവസം ഈ വെളിയിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്, പോയില്ല. അപ്പോൾ ഈ ജോൺ ബ്രദർ പറഞ്ഞു, എന്നോട് വന്ന് പരിചയപ്പെട്ടു. ആദ്യമായിട്ടാണ് എൻ്റെ പേരൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞതുപോലെ സാംകുട്ടി എന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു, സാംകുട്ടി ഇവിടെ ഒരു പ്രാർത്ഥന ഗ്രൂപ്പുണ്ട്, താല്പര്യമാണ് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. പ്രൈസ് ദി ലോർഡ്. നാട്ടിൽ നിന്ന് വന്ന് ഒരു ഫെലോഷിപ്പ് ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം, ഞാൻ ആ ടിക്കറ്റും എല്ലാം വലിച്ചേറി കളഞ്ഞിച്ച് അദ്ദേഹത്തിനോട് പോയി. അങ്ങനെ ആ സ്പോർട്സ് സെക്ഷനിൽ ഒരു മുറിയിൽ ട്രെയിനിങ് നടക്കുന്ന എയർമെൻ, പിന്നെ കൺവെർഷൻ കോഴ്സിന് വരുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജോണാണ് അതിൽ ലീഡ് ചെയ്യുന്നത്. പാട്ടുകൾ പാടി ദൈവവചനം വായിച്ച് ഈ സീനിയേഴ്സായിട്ടുള്ള ആരെങ്കിലും മെസ്സേജും തരും. അതെനിക്ക് വലിയ സന്തോഷം തോന്നി. എല്ലാ ദിവസവും വൈകിട്ട് ആ എയർഫോഴ്സ് ക്യാമ്പസിലെ ആ പ്രെയർ ഗ്രൂപ്പ് എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ എയറോനോട്ടിക്സ് ട്രെയിനിങ് അവിടെ നടക്കുന്നതോടുകൂടി തന്നെ ഒരു സ്പിരിച്വൽ ട്രെയിനിങ് കൂടെ എനിക്ക് അവിടെ ലഭിക്കാൻ ഇടയായിത്തീർന്നു. ആ എല്ലാ ദിവസത്തെ കൂട്ടായ്മ വലിയ അനുഗ്രഹമായി തീർന്നു. അങ്ങനെ ട്രെയിനിങ് എല്ലാം അത് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ താമ്പരത്ത് പാസ്റ്റർ കെ എബ്രാം, IPCയുടെ ഫൗണ്ടർ, അവിടെ വന്ന് ഒരു മലയാളി ചർച്ച അവിടെ വെശ്വതാമ്പരത്തുണ്ടായിരുന്നു. അങ്ങനെ അവരെ അറേഞ്ച് ചെയ്ത് ഒരു കൺവെൻഷൻ നടന്നു. അപ്പോൾ ഈ ജോൺ ബ്രദർ എന്നെ ആ കൺവെൻഷൻ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ആദ്യമായിട്ടാണ് പാസ്റ്റർ കെ എബ്രാമിനെ കാണുവാനും അദ്ദേഹത്തിൻ്റെ ആത്മാവിലുള്ള ആരാധനയും ആ വചനശിക്ഷയൊക്കെയും വലിയ അനുഗ്രഹമായി തീരുവാൻ ഇടയായിത്തീർന്നു. പിറ്റേ സൺഡേ മുതൽ അതിനടുത്തൊരു പെന്തിക്കോസ് ചർച്ചിൽ ഈ ജോൺ ബ്രദർ എന്നെ സഭായോഗത്തിന് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു പെന്തിക്കോസ് സഭായോഗം നാട്ടിലും പോകാറില്ല, മർത്തോമയിലായിരുന്നു. അതിനുശേഷം മർത്തോമയിൽ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഇവാഞ്ചലിക്ക് പോയി. എന്നാൽ പെന്തിക്കോസ് ആരാധനയ്ക്ക് പോയിട്ടില്ല. അങ്ങനെ താമ്പരത്ത് ട്രെയിനിങ് നടക്കുന്ന സമയത്ത് ആ സഹോദരൻ മുഖാന്തരം ഒരു സഭായോഗത്തിന് പോയി സംബന്ധിച്ചു. അത് ക്യാമ്പിന് വെളിയിലാണ്. അതെനിക്ക് വലിയ സന്തോഷമായി. പിന്നെ എല്ലാ സൺഡേയിലും ആ ബ്രദറിൻ്റെ കൂടെ ഞാൻ അവിടെ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. അതെനിക്ക് വലിയ അനുഗ്രഹമായിട്ട് തീർന്നു. അങ്ങനെ ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് സെക്കൻഡറാബാദിലേക്ക് ട്രാൻസ്ഫർ ആയി. 1964 നവംബറിൽ ഞാൻ അങ്ങനെ ട്രാൻസ്ഫറായി സെക്കൻഡറാബാദിലുള്ള ഒരു എയർഫോഴ്സ് സ്റ്റേഷനിലേക്കായി, അക്കിംപേട്ടെന്ന് പറയും. അവിടെ ഞാൻ ചെന്നപ്പോൾ ഇതുപോലെ എനിക്ക് പ്രെയർ ഗ്രൂപ്പിന് ആരുമില്ല. ഞാൻ അവിടെ തനിയെ പോയി ഒരു ലോൺലി പ്ലേസിൽ പോയിരുന്നു പ്രാർത്ഥിക്കും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, താമ്പരത്തെ പോലെ ഇവിടെ ഒരു പ്രെയർ ഗ്രൂപ്പ് തുടങ്ങുവാൻ ഇടയാക്കണം. എന്നോടുകൂടെ പ്രാർത്ഥിപ്പാൻ ചിലരെ നീ ഒരുക്കണം. കാര്യം കൂട്ടായ്മയുടെ പ്രാധാന്യം ഞാൻ അനുഭവിച്ചത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ നമുക്കറിയാം. അടിസ്ഥാന വേദോപദേശങ്ങളൊന്നാ കൂട്ടായ്മ. അപ്പോൾ ആത്മീയ കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയമായിട്ട് വളരാൻ സാധിക്കൂ. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ തനിയെ ഒരു ലോൺലി പ്ലേസിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു ബ്രദർ CPM വിശ്വാസിയാണ്. അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് ട്രാൻസ്ഫർ ആയി ആ സെയിം പ്ലേസിലേക്ക് വന്നു. അദ്ദേഹം ഞാൻ താമസിക്കുന്ന സെയിം ബിൽഡിങ്ങിലേക്ക് വന്നു. ഇതൊക്കെ ദൈവം അറേഞ്ച് ചെയ്ത. ഇത് ഞങ്ങൾ 2 പേരും കൂടെ അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി.
പിന്നെ സൺഡേയിൽ അവിടെ വെളിയിലുള്ള ഒരു തെലുങ്ക് CNA ചർച്ചയുള്ള അടുത്ത് അവിടെ പോകുമായിരുന്നു, ക്യാമ്പിന് വെളിയിൽ. അങ്ങനെ ഇരിക്കുന്നു. അതിനുശേഷം 1965 ഇൻഡോ പാക് വാറിൻ്റെ ടൈമായിരുന്നു. പല സ്റ്റേഷനിൽ നിന്നൊക്കെയും ധാരാളം ആൾക്കാർ അവിടെ ടെമ്പററി ഡ്യൂട്ടിക്ക് വരുവാനിടയായി. കാര്യം വാറിൻ്റെ ടൈമാണല്ലോ, അവിടെ ധാരാളം പ്ലെയിനുകളൊക്കെ ഉണ്ടാക്കുക, റെഡിയാക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് താമ്പരത്തു നിന്ന് 4 സഹോദരന്മാർ വിശ്വാസികളാണ്, അവർ ട്രാൻസ്ഫറായി ആ സമയത്ത് അവിടെ വന്നു. അപ്പോൾ അവിടെ ബിൽഡിങ്ങുകളെല്ലാം ഫുള്ളായിരുന്നു. അപ്പോൾ അവിടുത്തെ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റ് അവരോട് പറഞ്ഞു, ബിൽഡിംഗ് എല്ലാം ഫുള്ളാണ്, പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നതുകൊണ്ട്. അവർക്കൊരു ടെൻറ്റ് കൊടുത്തു. ആ ടെൻറ്റ് പറഞ്ഞ് ആ ടെൻറ്റിൽ പോയി നിങ്ങൾ തൽക്കാലം താമസിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ 4 സഹോദരന്മാർ ഒരു ടെൻറ്റിൽ. അതിനുശേഷം ഒരു സർദാർജി പഞ്ചാബിൽ നിന്ന് ട്രാൻസ്ഫറായി അദ്ദേഹവും വന്നു. അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു. അദ്ദേഹം ഒരു നല്ല ധനിക കുടുംബത്തിലെ വ്യക്തിയായിരുന്നു. പക്ഷേ എയർഫോഴ്സിൽ ചേർന്ന് അദ്ദേഹം മദ്യപിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹം നിരാശനായി താൻ ക്യാമ്പിൽ നിന്ന് പെർമിഷൻ കൂടാതെ വെളിയിൽ പോയി ഒരു റെയിൽവേ ട്രാക്കിൽ തലവെച്ച് മരിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. പഞ്ചാബിൽ നിന്ന് വരുന്ന ഒരു ട്രെയിനിൻ്റെ കീഴിൽ തലവെച്ച് മരിക്കുവാൻ ആഗ്രഹിച്ച് അദ്ദേഹം അതിനുവേണ്ടി പോയി ഇങ്ങനെ റെയിൽവേ പാളത്തിൽ കിടക്കുമ്പോൾ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു ശക്തി തന്നെ പുറമോട്ട് വലിച്ചു മാറ്റി. താൻ നോക്കിയിട്ട് ആരും കണ്ടില്ല. അങ്ങനെ താൻ അവിടെ ട്രെയിൻ അങ്ങ് പാസ് ചെയ്ത് പോയി. തനിക്ക് മനസ്സിലായത് ഇതിനകത്ത് എന്തോ പർപ്പസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ ഒരു ദൈവദാസൻ അതിൻ്റെ സമീപകൂടെ നടന്നുപോയി. അദ്ദേഹം ഒരു CPM പാസ്റ്ററായിരുന്നു. എന്താണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം കാര്യമൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ സൂസൈഡ് ചെയ്യാൻ വേണ്ടി വന്നതാ, എനിക്ക് ജീവിതത്തിൽ നിരാശയാണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം വിളിച്ചുകൊണ്ട് ആ ഫെയ്ത്തോമിൽ കൊണ്ടുപോയി ആ പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ദൈവത്തിൻ്റെ പ്രവർത്തനം നോർക്കും. അങ്ങനെ അദ്ദേഹം ട്രാൻസ്ഫറായി. അതിനുശേഷം ക്യാമ്പിൽ നിന്ന് പെർമിഷൻ കൂടാതെ പോയതിന് തനിക്ക് പണിഷ്മെൻ്റ് ഒക്കെ ലഭിക്കാമായിരുന്നു. എന്നാൽ തൻ്റെ റിലേഷൻപ്പെട്ട ഒരു ഓഫീസർ ഉണ്ടായിരുന്നത് കൊണ്ട് അതൊക്കെ ഒഴിവാക്കി താൻ ട്രാൻസ്ഫറായി സെക്കൻഡറായത് വരുമ്പോൾ അദ്ദേഹത്തോടും ഈ അക്കോമഡേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകാർ പറഞ്ഞു, ഇന്ന ടെൻറ്റിലോട്ട് പോയിക്കൂ, അവിടെ 4 പേരുണ്ട്, നിങ്ങൾക്ക് കൂടെ അവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ദിവസവും വൈകിട്ട് ആ ടെൻറ്റിനകത്ത് ഞങ്ങളൊരു പ്രയർ ഗ്രൂപ്പ് അങ്ങ് തുടങ്ങി. നോക്കണേ, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. എനിക്ക് കൂട്ടായ്മ. അപ്പോൾ ഈ വേർപാടിലെ നല്ലൊരു കൺവെൻഷൻ പ്രാസിംഗിനായ MA ജോയ് എന്ന് പറയും. അദ്ദേഹം തൃശ്ശൂരുണ്ട്, ഇപ്പോൾ വാർദ്ധക്യത്തിലൊക്കെ ആയിരിക്കുക. അദ്ദേഹമായിരുന്നു ആ പ്രയർ ഗ്രൂപ്പ് ആ ടെൻറ്റിനകത്ത് ലീഡ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ മറ്റു ബിൽഡിങ്ങിൽ താമസിക്കും, ഞാനും ഒരു മാത്യൂസും ഞങ്ങൾ അവിടെ ചെല്ലും എല്ലാ ദിവസവും വൈകിട്ട്. അതിനു മുമ്പ് ഇവർ വരുന്നതിന് മുമ്പ് ഞങ്ങൾ തനിയായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു ഒരു സ്ഥലത്ത്. പിന്നെ ആ ടെൻറ്റിൽ എല്ലാ ദിവസവും ഞങ്ങൾക്ക് താമ്പരത്തെ പോലെ നല്ല കൂട്ടായ്മ തന്നു. ദൈവം പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ. ആ എയർഫോഴ്സ് ക്യാമ്പിൽ നല്ലൊരു പ്രയർ ഗ്രൂപ്പ്. അങ്ങനെ ആത്മീയമായിട്ട് വളരുവാൻ ഈ MA ജോയ് നല്ലോണം ബൈബിൾ ക്ലാസ് എടുക്കും. പ്രൈസ്. അദ്ദേഹം എന്നേക്കാൾ സീനിയർ ആയിരുന്നു. അദ്ദേഹം ഒരു സ്പോർട്സ്മാൻ ആയിരുന്നു, ഒരു സോക്കർ പ്ലെയറൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഗെയിം 7:30 to 1:30 ഞങ്ങളുടെ വർക്കിംഗ് അവേഴ്സ്. അത് കഴിഞ്ഞ് വന്ന് ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് അല്പം വിശ്രമിച്ച് പിന്നെ സ്പോർട്സിനൊക്കെ പോകും. പിന്നെ വന്ന് കുളിച്ച് പിന്നെ മീറ്റിംഗാണ്. അങ്ങനെ ഒരു നല്ല ഒരു സെറ്റ് പ്രോഗ്രാമായിരുന്നു. അനുഗ്രഹമായിരുന്നു. ഹല്ലേലൂയ. മറ്റു കാര്യങ്ങളൊന്നും അവിടെ മറ്റുള്ളവർ പോകുന്ന പോലെ ബാറിലോ അവിടെ ഇവിടെയൊന്നും പോകാനൊന്നും ഞങ്ങൾക്ക് സമയം അതിന് പോയിട്ടില്ല, പോകാനൊക്കത്തുമില്ല. അതൊന്നും ഒരു സിഗരറ്റ് പോലും ടേസ്റ്റ് ചെയ്തിട്ടില്ല ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ ആ കൂട്ടായ്മ വലിയ അനുഗ്രഹമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1967 മാർച്ച് മാസം അവിടെ സെക്കൻഡറാബാദ്
സിറ്റിയിൽ റെയിൽവേ സ്റ്റേഷന് കുറച്ച് അല്പം അകലെയായിട്ട് IPCയുടെ ഒരു സഭയുണ്ട്. അതെനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ സെക്കൻഡറാബാദിലുള്ള വേറൊരു എയർഫോഴ്സ് സ്റ്റേഷൻ ഉണ്ട്, ബീഗംപട്ട്. അവിടെ നിന്നൊരു ബ്രദർ ജോർജ് തോമസുമായിട്ട്, ഇപ്പോൾ അദ്ദേഹം പാസ്റ്ററാണ്, ഊശലിലുണ്ട്. അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുവാൻ അവിടെ ഞാൻ പല പ്രാവശ്യം പോകേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ ആ കൺവെൻഷന് അദ്ദേഹം എന്നെ വിളിച്ചു, ഞാൻ പോയി. അതിനു മുൻപ് ഞാൻ രാത്രിയിലൊക്കെ ദൈവത്തിൻ്റെ വചനം പഠിക്കും. പാസ്റ്റർമാരൊന്നും എന്നോട് സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ കൂടുതൽ കോണ്ടാക്ട് പോയിട്ടില്ലായിരുന്നു. തനിയെ ഞാനിരുന്ന് ദൈവവചനം പഠിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇടപെട്ടു. വിശ്വസിച്ച് സ്നാനമേൽക്കണമെന്നുള്ളത് വചനാടിസ്ഥാനത്തിൽ ശരിയാണെന്ന് എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നു. അങ്ങനെ ആ കൺവെൻഷൻ്റെ ലാസ്റ്റ് ഡേയിൽ അന്ന് പാസ്റ്റർ K. എബ്രഹാം ഉണ്ട്, പാസ്റ്റർ പരഞ്ജ്യോതി ഉണ്ടായിരുന്നു. അന്ന് പാസ്റ്റർ TS എബ്രഹാമിൻ്റെ ഫാദറിലോ പാസ്റ്റർ PT ചാക്കോ ആയിരുന്നു സഭാ ശുശ്രൂഷകൻ. അമേരിക്കയിൽ നിന്ന് പാസ്റ്റർ പഠനമൊക്കെ കഴിഞ്ഞ് പാസ്റ്റർ TS എബ്രഹാം വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ IPCയുടെ പ്രസിഡന്റ് വത്സൻ എബ്രഹാം ഒക്കെ അന്ന് സ്കൂളിൽ പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ കൺവെൻഷൻ്റെ ലാസ്റ്റ് ഡേയിൽ ഞാനും നമ്മുടെ ICPFൻ്റെ മുൻ ട്രഷററായിട്ട് കുറച്ചാൾ ഇരുന്ന ഒരു CV മാത്യു സാർ, അദ്ദേഹം അവിടെ അന്ന് പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു, MCOMന് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. അദ്ദേഹം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടിൽ പോയി IOBയിലൊക്കെ ചേർന്ന് അദ്ദേഹം IOBയിലെ ബ്രാഞ്ച് മാനേജരൊക്കെ ആയി ഇരിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കൂട്ടായ്മയ്ക്ക് ആചരിപ്പാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. ഞാനും ആ CV ആ കർത്താവിൻ്റെ ദാസന്, പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ CV മാത്യു സാറിൻ്റെ അമ്മയും ഞാനും, പിന്നെ ബാക്കി എല്ലാം തെലുങ്ക് സഹോദര സഹോദരന്മാരായിരുന്നു. പാസ്റ്റർ TS എബ്രഹാമാണ് ഞങ്ങളെ സ്നാനപ്പെടുത്തിയത്. ആ സെക്കൻഡറാബാദിൽ ഇന്നവിടെ പാസ്റ്റർ മാമച്ചൻ അവിടെ ശുശ്രൂഷിക്കുന്നു. 67 മാർച്ച് 26 അങ്ങനെ സ്നാനപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ പാസ്റ്റർ TS എബ്രഹാമിൻ്റെ കൂടെ ഞങ്ങൾ ക്യാമ്പസിൽ നിന്ന് പലരും ഇങ്ങനെ ഞങ്ങൾ സൈക്കിളൊക്കെ ചവിട്ടി പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ട്രാക്സ് ഡിസ്ട്രിബ്യൂഷന് പോകും, ഹൗസ് വിസിറ്റിംഗ്. ഞങ്ങൾ ഒരു തെലുങ്ക് ബ്രദറിനെ ഒരു മലയാളിയും കൂടെ വിടത്തുള്ളൂ. അങ്ങനെ ആ സെക്കൻഡറാബാദിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ പോയി പല ഭവനങ്ങൾ ട്രാക്റ്റുകൾ കൊടുക്കുവാൻ ഇടയായി. ഞങ്ങൾ ഉച്ചഭക്ഷണമായിട്ടൊക്കെയാണ് പോകുന്നത്. ഞങ്ങൾക്ക് മെസ്സിൽ നിന്നും മറ്റുള്ളവർ സിവിലിയൻസൊക്കെ അങ്ങനെ ആഹാരം കരുതി വരും. ഉച്ചയ്ക്ക് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ആഹാരം കഴിക്കും, വെള്ളമൊക്കെ കുടിച്ചു പിന്നെയും പോവും. അങ്ങനെ അതിനുശേഷം അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് 68 ട്രാൻസ്ഫറായി. ഞാൻ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫറായി. ഡൽഹിക്ക് അടുത്ത് ഗാസിയാബാദ് എന്ന് പറയും, അവിടെ ഒരു എയർഫോഴ്സ് സ്റ്റേഷൻ ഉണ്ട്, ഹിൻഡൻ എയർഫോഴ്സ് ബേസിൽ. അവിടെ ട്രാൻസ്ഫറായി. അപ്പോൾ ഞാൻ അതിനു മുൻപ് ഈ ഫിലദൽഫിയ ചർച്ചിലാണ് വന്ന് ആരാധന സംബന്ധിക്കുന്നത്. അപ്പോൾ എൻ്റെ ട്രാൻസ്ഫർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് പാസ്റ്റർ PT ചാക്കോ, IPC നോർത്തേൺ റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ KT തോമസിൻ്റെ അഡ്രസ്സ് എനിക്ക് തന്നു. നമ്മുടെ പാട്ടൊക്കെ പാടുന്ന പേഴ്സി ജോണിൻ്റെ പിതാവ്. അപ്പോൾ ഞാൻ അവിടെ ട്രാൻസ്ഫറായിട്ട് ചെന്നു. അപ്പോൾ ഗ്രീൻ പാർക്ക് ഇച്ചിരി അകലെയാണ്, 10-35 മൈൽ അകലെയാണ് ഗാസിയാബാദിൽ നിന്ന്. ഞാൻ പാസ്റ്റർ KT തോമസിൻ്റെ ഒരു ലെറ്റർ അയച്ചു. ഞാനിതുപോലെ ട്രാൻസ്ഫറായി ഇവിടെ വന്നിരിക്കുന്നു, ഇവിടെ ഒരു സഭയൊന്നുമില്ല, എനിക്ക് ആത്മീയ കൂട്ടായ്മയ്ക്ക് ക്രമീകരണങ്ങൾ ഒരുക്കി തന്നാൽ ഉപകാരമായിരിക്കും എന്നും പറഞ്ഞ് ലെറ്റർ ഇട്ടു. അദ്ദേഹം മറുപടി തന്നു. ആ എയർഫോഴ്സ് ബേസിൽ ഒരു സർജൻ ജോർജ് ഉണ്ട്, അദ്ദേഹം ഇന്ന് ന്യൂജേഴ്സിയിലുണ്ട്, അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്താൽ അദ്ദേഹം ഇവിടെയാണ് ആരാധനയ്ക്ക് വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ആ സർജൻ ജോർജിനെ കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാ സൺഡേയിലും 2-3 ബസ് കയറിയാണ് ഞങ്ങൾ അന്ന് ഗാസിയാബാദിൽ നിന്ന് ഗ്രീൻ പാർക്ക് വരെ ആരാധനയ്ക്ക് പോയിക്കൊണ്ട്. അന്ന് V10 ആരാധിച്ചുകൊണ്ടിരുന്നത്. അതിനടുത്താണ് V20 പാസ്റ്റർ KV പിള്ള അവരുടെ ചർച്ച. അതിനടുത്താണ് ഗ്രേസ് ബൈബിൾ കോളേജിന് ഡയറക്ടറായിട്ടിരുന്നത്. അങ്ങനെ ആ V10 ആരാധനയ്ക്ക് വളരെ അനുഗ്രഹമായിരുന്നു. അന്ന് നല്ല ആത്മീയ തീഷ്ണതയുള്ള സഹോദരി സഹോദരന്മാർക്ക് ധാരാളം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ KT തോമസ് ഒക്കെ വളരെ ശക്തമായിട്ടുള്ള ശുശ്രൂഷയായിരുന്നു. അന്നത്തെ ആ തിരുവത്താഴ ശുശ്രൂഷയൊക്കെ പങ്കെടുക്കുന്നവർ മുഴുവൻ കരച്ചില്ല. പാസ്റ്റർ KT തോമസിൻ്റെ ആ തിരുവത്താഴ ശുശ്രൂഷയൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ സമയങ്ങളിൽ എല്ലാവരും കരഞ്ഞുകൊണ്ടാണ് അതിൽ പങ്കുകൊള്ളുന്നത്.
അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ദൂരെ നിന്ന് വരുന്നവർക്കെല്ലാം കൊച്ചമ്മ ഞങ്ങൾക്ക് ആഹാരം തന്നെ കൊടുത്തു. അതിൻ്റെയൊക്കെ അനുഗ്രഹം ആ തലമുറകൾക്കെല്ലാം ഉണ്ട്. പാസ്റ്റർ കെറ്റി തോമസ് എന്നെ വളരെയധികം ആത്മീയമായിട്ട് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഞാൻ അവിടെയും ഇതുപോലെ ചെന്നപ്പോൾ എൻ്റെ ബിൽഡിങ്ങിൽ ഞാൻ ഏകനായി എൻ്റെ ബിൽഡിങ്ങിൻ്റെ ടെറസിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവമേ, താമ്പരത്തെ പോലെ സെക്കൻഡറി പോലെ എനിക്ക് ഈ ക്യാമ്പിൽ ഒരു പ്രയർ ഗ്രൂപ്പ് ദൈവമേ നീ ഒരുക്കി തരും. ഒറ്റയ്ക്ക് ആ എയർ ക്രൂ എക്സാമിനിങ് ബോർഡിൻ്റെ ഡൊമസ്റ്റിക് ഏരിയയിലുള്ള ബിൽഡിങ്ങിൻ്റെ ടെറസിൽ പോയിരുന്നു ഞാനിങ്ങനെ തനിയെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ചാണ്ടിഗറിൽ നിന്ന് സ്ക്വാഡൻ മൂവ് ചെയ്തു അവിടെ വന്നു. അതിനകത്ത് 3 ബിലീവേഴ്സ് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിലൊരാൾ ഇന്ന് ഹൂസ്റ്റണിലുള്ള കുടുംബമായിട്ട്, ഒരാൾ ചെങ്ങന്നൂരുണ്ട്, ഒരാൾ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നുപോയി. അങ്ങനെ അവരൂടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ യൂസ് ചെയ്യാതെ ഒരു മെസ്സിൻ്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് അവിടെ കൂടി അങ്ങനെ ഒരു പ്രയർ ഗ്രൂപ്പ് അവിടെ തുടങ്ങി. ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു തുടങ്ങിയത്. അപ്പോൾ ദൈവം അവിടെ ആ എയർഫോഴ്സ് ഇന്ത്യൻ ബേസിലും ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങും. ഇതൊക്കെ ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു. ഞാൻ കർത്താവിന് വേലയ്ക്ക് വേണ്ടി എന്നെ പ്രതീക്ഷിച്ചെങ്കിലും 15 years എയർഫോഴ്സിൽ ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു. അങ്ങനെ അയച്ച സ്ഥലങ്ങളൊക്കെ ഓരോ പ്രയർ ഗ്രൂപ്പ് തുടങ്ങാനും പിന്നീട് അതൊക്കെ സഭകളായി ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ അതൊക്കെ പോയി സന്ദർശിപ്പാനും ശുശ്രൂഷിപ്പാനൊക്കെ ഇടയായി. അങ്ങനെ ഞാൻ അവിടുന്ന് പിന്നെ 69 ലാസ്റ്റിൽ ഞാൻ വീണ്ടും മദ്രാസിലേക്ക് കടന്നുപോയി എൻ്റെ ഒരു ഗ്രൂപ്പ് 1 കോഴ്സിന് വേണ്ടി. അപ്പോൾ ആ പ്രേരണയിൽ നല്ല ഒരു ജോസ് ബ്രദർ ഉണ്ടായിരുന്നു. പുള്ളി അസിമാലയിൽ നിന്ന് വന്ന ഒരു കോഴ്സിന് വേണ്ടി വന്നായിരുന്നു ഹിണ്ടനിൽ. ആ പ്രെയർ ഗ്രൂപ്പിൽ അദ്ദേഹം നല്ലവണ്ണം മെസ്സേജ് തരുന്നവർ. അതായത് നമ്മുടെ കോട്ടയത്തുണ്ടായിരുന്ന ഒരു പാസ്റ്റർ മരിച്ചുപോയെന്ന് TP വർഗീസ് എന്ന് പറഞ്ഞ മരുമനായി. അദ്ദേഹം നല്ല മെസ്സേജൊക്കെ തരുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കോഴ്സ് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് അസിമാലയ്ക്ക് പോകുമ്പോൾ ലാസ്റ്റിലൊരു മെസ്സേജ് എന്നുവെച്ച് പറഞ്ഞു. നല്ലൊരു മെസ്സേജൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൈ കൊടുത്ത് പറഞ്ഞു നമുക്ക് അവിടെ വെച്ചു. അപ്പം എൻ്റെ കോഴ്സ് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെയും അസിമാല ചെന്നിട്ട് അദ്ദേഹം അങ്ങ് വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ വെച്ച് കാണാം. എല്ലാവരോടും പറഞ്ഞു കൈ ഉയർത്തി സ്വർഗത്തിലേക്ക് ഉയർത്തി പറഞ്ഞു വി വിൽ മീറ്റ് തേർന്നു. തൻ്റെ ബിൽഡിങ്ങിലോട്ട് കയറി പോകുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും കൈ കൊടുത്തു നമുക്ക് മദ്രാസിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ബ്രദർ വി വിൽ മീറ്റ് തേർ എന്ന് പറഞ്ഞ് ബായ് പറഞ്ഞു പോയി. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് എയർഫോഴ്സിൻ്റെ വണ്ടിയിലാണ് പോയത്. ഒരു ട്രക്കായിരുന്നു. അതിൽ ഡ്രൈവറുടെ മിസ്റ്റേക്കാണോ അറിയത്തില്ല, മഴയുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്ന അകത്ത് ക്യാമ്പിലേക്ക് വന്ന ഒരു എയർമനെ അത് മുട്ടി അദ്ദേഹം വീലിൻ്റെ അടിയിലായി. വണ്ടി മറിഞ്ഞുപോയി. അങ്ങനെ ഈ പുറകിൽ നിന്ന് ഈ ബ്രദർ തെറിച്ച് വെളിയിൽ പോയി. ആ വീലിനടിയിൽ പോയ ആളിനെയൊക്കെ ഹല്ലേലൂയ എങ്ങനെയോ അദ്ദേഹം മരിച്ചുപോയി. ഈ തെറിച്ചു പോയവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ അറ്റൻഡ് ചെയ്യാൻ വന്നവരോട് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ മറ്റുള്ളവരെ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ഹെഡ് ഇഞ്ചുറി ഉണ്ട്, ഇന്റേണൽ ഇഞ്ചുറി ഉണ്ട്. അവിടുന്ന് ക്യാമ്പസിൽ അകത്തുള്ള സിക്കോട്ടേഴ്സിലെ കൊണ്ടുവന്നു. അവിടെ ഡോക്ടേഴ്സൊക്കെ അറ്റൻഡ് ചെയ്ത് അവർ ഹെലികോപ്റ്റർ വരെ അറേഞ്ച് ചെയ്തു മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് പാലത്തിലേക്ക് കൊണ്ടുപോകാൻ. പക്ഷേ ഒരു സർദാർജി ഡോക്ടർ അദ്ദേഹം പറഞ്ഞു ചിലപ്പോൾ ഓൺ ദ വേയിൽ പോവും, നമുക്ക് ചെയ്യാമെന്ന്. പക്ഷേ അവിടെ വെച്ച് തന്നെ മരിച്ചു. അദ്ദേഹം നാട്ടിൽ പോയി തൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ കാണാനൊക്കെ പോയിട്ട് ആ വഴി അങ്ങ് തിരിച്ച് മദ്രാസ് വരാനായിരുന്നു പ്ലാൻ. എൻ റൂട്ട് ലീവ് എടുത്തു. അതൊന്നും നടന്നില്ല. നോക്കണം, അത് വലിയ ഷോക്കായി. അപ്പോൾ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകാനൊക്കെ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഇത് രാവിലെയാണ് നടക്കുന്നത്. ആ പ്രയർ ഗ്രൂപ്പിലുള്ള ഒരു ബ്രദർ ഓടി വന്നു പറഞ്ഞു നമ്മുടെ ജോസ് ബ്രദർ കടന്നുപോയെന്ന് പറഞ്ഞു. വലിയ ഷോക്കായി. ഞങ്ങൾ പിന്നെ അവിടെ പോയി. അത് കഴിഞ്ഞ് ഡൽഹിയിൽ ആണ് അദ്ദേഹം അടക്കി. അന്ന് പാസ്റ്റർ MK ചാക്കോച്ചനും KT തോമസും അവിടെ ഡൽഹിയിലുള്ള നല്ലൊരു ശതമാനം വിശ്വാസികൾ പങ്കുണ്ട്. ആ ഫ്യൂണറൽ എയർഫോഴ്സിൻ്റെ വണ്ടികളൊക്കെ അറേഞ്ച് ചെയ്ത് അത് എയർഫോഴ്സിൻ്റെ ആ രീതിയിലുള്ള ഫ്യൂണറൽ ശുശ്രൂഷകളൊക്കെ നടന്നു. അദ്ദേഹം അങ്ങനെ കടന്നുപോയി. പിന്നീട് അദ്ദേഹത്തിന് അന്ന് ജനിച്ച മകളെ ഞാൻ പൊതുശുശ്രൂഷയിലായിരിക്കും ഭോപ്പാലിൽ വെച്ച് കണ്ടു. EM സക്രിയയുടെ
മകനാണ് ആ മോളെ കല്യാണം. അതെനിക്കറിയത്തില്ല. ഞാൻ ആ ഭോപ്പാലിൽ പോയപ്പോഴാണ് EM സക്കറിയ പാസ്റ്ററുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഈ ഈ മോളാണെന്ന് അറിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പപ്പയുടെ കാര്യമൊക്കെ പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ കർത്താവിൻ്റെ ദാസന് വളരെ പ്രത്യാശ. എല്ലാവരോടും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തേച്ച് പറഞ്ഞു, വി വിൽ മീറ്റ് ദർ. അതുപോലെ തന്നെ അദ്ദേഹം സ്വർഗത്തിലേക്ക് കടന്നു പിറ്റേ ദിവസം രാവിലെ. അതൊക്കെ വലിയൊരു ഷോക്കിംഗ്, ഞങ്ങളെല്ലാവരും വളരെയധികം പ്രയാസപ്പെടുത്തി, ഷെയ്ക്ക് ചെയ്തൊരു വിഷയമായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ. ഞാൻ പിന്നെ മദ്രാസിലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ ആ പ്രയർ ഗ്രൂപ്പ് വളരെ ശക്തമായി. അനേക ക്യാമ്പസിലെ മീറ്റിംഗ് വളരെയധികം ആൾക്കാരായി. പിന്നെ അവിടെ ഞാൻ ഹല്ലേലൂയ സ്നാനപ്പെട്ട ആയതുകൊണ്ട് ഞാൻ അവിടെ വിശുദ്ധാംബരത്തിൽ പാസ്റ്റർ ജോൺ തോമസ് എന്ന് പറയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നുപോയതാനും അദ്ദേഹമായിരുന്നു അന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അതിനു മുൻപ് അവിടെ അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു ക്രോംബെട്ട് അപ്പച്ചൻ എന്ന് പറയും, തോമസ്. ആ ക്രോംബെട്ടൊക്കെ പോയി ഞങ്ങൾ അദ്ദേഹത്തെ കാണുമായിരുന്നു. ആ കർത്താവിൻ്റെ ദാസൻ്റെ മകനായിരുന്നു ഈ വിശുദ്ധാംബരത്തെ പാസ്റ്റർ ജോൺ തോമസ്. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ സൺഡേയിലും ഞങ്ങൾ അവിടെ പോകും. ഞങ്ങൾ ക്യാമ്പസിൽ നിന്ന് പോയിട്ട് അവിടെ പോയി ആരാധന കഴിഞ്ഞ് ഞങ്ങൾ ക്യാമ്പിൽ വന്ന് ഞങ്ങളുടെ മെസ്സിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് പോവും. ആ കർത്താവിൻ്റെ ദാസൻ്റെ കൂടെ ഓരോ ഗ്രാമങ്ങളിൽ പോവും, പരസ്യവും നടത്തും. ഞങ്ങൾക്ക് തമിഴ് അത്ര വശമില്ലായിരുന്നു. ഞങ്ങൾ മലയാളത്തിൽ പറയാം, അദ്ദേഹം തമിഴിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ക്യാമ്പസിലെ മീറ്റിംഗ് ഹല്ലേലൂയ ഞങ്ങൾക്ക് ഒരുപാട് ഇംഗ്ലീഷ് പാട്ട് പഠിക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനതൊക്കെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ ആ താമ്പരത്തെ ലൈഫ് വളരെ അനുഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹല്ലേലൂയ മദ്രാസിൻ്റെ പല ഭാഗങ്ങൾ, അപ്പോൾ കേരളത്തിൽ സൺഡേ സ്കൂളിലായിരുന്നപ്പോൾ പല സ്ഥലങ്ങളിൽ പോയി സാക്ഷ്യം വഹിക്കാനിടയായി. അതിനുശേഷം അടുത്ത സ്റ്റേറ്റ് തമിഴ്നാട്ടിലും പോയി. ദൈവം തന്ന സമയങ്ങളൊക്കെ അവിടെ എവിടെയോ എല്ലാം പോയി കർത്താവിൻ്റെ സാക്ഷ്യമായി തീരുവാനിടയായി. ആന്ധ്രയിലും പോയി. ആന്ധ്രയിൽ വെച്ചാണല്ലോ സ്നാനപ്പെടുന്നത്. അതിനുശേഷം ദൈവം എന്നെ UP ഗോരഖ്പൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഗോരഖ്പൂരിൽ ചെന്നപ്പോഴും ഇതുപോലെയാണ്. അത് 71 വാർ ടൈം ആയിരുന്നു, ഇൻഡോ പാക് വാറിൻ്റെ ടൈം. പ്രൈസ് ദി ലോർഡ്. വളരെ ബിസിയായിരുന്നു. എങ്കിലും ഞങ്ങൾ ക്യാമ്പസിൽ ഞങ്ങളുടെ സെയിം സ്ക്വാഡ്രനിലുണ്ടായിരുന്ന 2-3 സഹോദരന്മാരുണ്ടായിരുന്നു. ഞങ്ങളൊരു പ്രയർ ഗ്രൂപ്പ് ക്യാമ്പസിനകത്ത് സ്റ്റാർട്ട് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കും ദൈവം. അങ്ങനെ അവിടെയും പോയൊരു പ്രയർ ഗ്രൂപ്പ് തുടർന്നു. ആ പ്രയർ ഗ്രൂപ്പ് വളർന്നു. പിന്നെ ഞങ്ങൾ അവിടെ റെയിൽവേ ക്വാർട്ടേഴ്സിൽ എൻ്റെ വൈഫിൻ്റെ ഉപ്പാപ്പൻ അവിടെ ഒരു ടയർ റിട്ടേണിങ് കമ്പനി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് അവിടുത്തെ റെയിൽവേ ഹോസ്പിറ്റലിൽ മേറ്ററായിരുന്നു. അവരുടെ വീട്ടിൽ ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ടൊരു സ്വഭാവം തുടങ്ങി. അതിനു മുൻപ് അവിടെ അടുത്തൊരു സ്വീഡിഷ് പെന്തിക്കോസ് ചർച്ചുണ്ട്. അവിടെ ഞങ്ങൾ പോയി അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കൂടുതൽ വിശ്വാസികളൊക്കെ മലയാളികളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഈ റെയിൽവേ ക്വാർട്ടേഴ്സിൽ ആരാധന തുടങ്ങി. അങ്ങനെ ഡൽഹിയിൽ ഞങ്ങൾ അറിയിച്ചു. ഡൽഹിയിൽ നിന്ന് ഒരു പാസ്റ്റർ കെ.ടി. തോമസ് അങ്ങോട്ട് വിട്ടു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ആരാധന നടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പോയിടത്തെല്ലാം ദൈവം ക്യാമ്പസിൽ പ്രയർ ഗ്രൂപ്പും ഹല്ലേലൂയ നല്ല ആത്മീയ കൂട്ടായ്മകളൊക്കെ തന്നു. അത് ആത്മീയമായിട്ട് വളരുവാനിടയായിത്തു. ഗോരഖ്പൂരിൽ നിന്ന് പിന്നെ ഞാൻ ഹല്ലേലൂയ 76 വെസ്റ്റ് ബംഗാളിൽ സിലിഗുരിക്കടുത്ത് ബാഗ്ഡോര എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെയും ചെന്നപ്പോൾ ഹല്ലേലൂയ ഇപ്പോൾ അദ്ദേഹം സിലിഗുരിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാസ്റ്റർ PJ ജോസഫ് ഉണ്ട്. ഹല്ലേലൂയ. ഞങ്ങളെല്ലാം ഒരിടത്ത് ആയിരുന്നു. അവിടെയും ഒരു പ്രയർ ഗ്രൂപ്പ് തുടങ്ങി. പിന്നെ കൂടാതെ അവിടെയും ഒരു സഭ ബാഗ്ഡോരയിൽ IPCയുടെ തുടങ്ങാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ പോയിടത്തെല്ലാം അവിടെയും ഞങ്ങൾ ഇതുപോലെ മിലിറ്ററി ക്യാമ്പുകളൊക്കെ ഒത്തിരി ഉണ്ട്. ഒരുപാട് ദൂരം സൈക്കിൾ ചവിട്ടി അവിടെയെല്ലാം ഞങ്ങൾ പോകുമായിരുന്നു. രാത്രിയിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ആന വഴി വന്ന് നിൽക്കും. പിന്നെ ആനയൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് പോകുന്നത്. എന്നാൽ അവിടെയെല്ലാം ദൈവം സൂക്ഷിച്ചു. ദൈവത്തിൻ്റെ കരുതലും പരിപാലനം ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അതിനുശേഷം എനിക്ക് എയർഫോഴ്സിൽ ഈസ്റ്റേൺ എയർ കമാൻഡ്, സെൻട്രൽ എയർ കമാൻഡ്, അങ്ങനെ ഹൈദരാബാദ്, മദ്രാസ് ഏരിയയിലൊക്കെ സ്പോർട്സിലുണ്ടായിരുന്നതുകൊണ്ട് ഷില്ലോങ്ങിൽ ഞങ്ങൾക്ക് ഒരു സ്പോർട്സിന് വേണ്ടി പോകേണ്ടി വന്നു. അവിടെയും പോയി. അങ്ങനെ 17,000 അടി ഉയരത്തിലുള്ളതാണ് ഷില്ലോങ്, ആസാമിൽ. അങ്ങനെ അവിടെയും പോയി. ആ ക്യാമ്പസിൽ ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ആ വെളിയിലൊക്കെ നടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് അവിടെ ഒരു സഭയുണ്ട്, പ്രൈസ് ദി ലോർഡ്, ഷില്ലോങ്ങിൽ. അപ്പോൾ എവിടെയെല്ലാം പോയി കാലുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവം ഹല്ലേലൂയ പിന്നീട് ആത്മാക്കളെ തന്ന് അവിടെയൊക്കെ സഭകൾ ഉടലെടുക്കുവാൻ ഇടയായി.
അതിനുശേഷം ബാരക്പൂരിൽ പോയി, ബാരക്പൂരിൽ നിന്ന് പൂനെയിലെ എയർഫോഴ്സ് സ്പോർട്സ് ഫെസ്റ്റിവലിൽ പോയി പങ്കുകൊണ്ടു. 76 വീണ്ടും ഞാൻ വന്ന് എനിക്ക് ട്രാൻസ്ഫർ, ഞാൻ ഹിണ്ടനിൽ, ഗാസിയാബാദിൽ ഹിണ്ടനിൽ ആ സെയിം എയർബേസിൽ സെയിം യൂണിറ്റിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. വളരെ ചുരുക്കം അങ്ങനെ കിട്ടും. അപ്പോൾ അന്ന് ആ എനിക്ക് വരേണ്ട സമയത്ത് വലിയ വെള്ളപ്പൊക്കമായിരുന്നു. റെയിൽവേ ലൈനെല്ലാം വെള്ളം കയറി. നോക്കണേ, ഭാഗ്യത്തിന് ഞാൻ പോകേണ്ട യൂണിറ്റിലെ ഒരു പ്ലെയിൻ, ഒരു ഡെക്കോട്ട പ്ലെയിൻ അവിടെ ബാക്ക് ഡോറായി വന്നു. അതിൻ്റെ എയർ ക്രൂ ഞാൻ താമസിച്ച ബിൽഡിങ്ങിലാണ് വന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇതുപോലെ ഞാൻ ട്രാൻസ്ഫർ ആയി. അപ്പോൾ അവർ ചോദിച്ചു എവിടെയാണ്? പറഞ്ഞു ഞാൻ ഇന്ന യൂണിറ്റാണ്. ഞങ്ങൾ അവിടെ നിന്ന് വരുമോ, ഞങ്ങൾ പോരാൻ പറയും. നോക്കണേ, അപ്പം വെള്ളപ്പൊക്കം വന്നെങ്കിലും ദൈവം നമുക്ക് വഴികൾ വരും. ഞാൻ പോകേണ്ട യൂണിറ്റിലെ പ്ലെയിൻ വന്ന് എന്നെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന ഹിണ്ടനിൽ തിരിച്ചു. പ്രൈസുള്ളൂ. ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. നമ്മൾ ദൈവത്തിൻ്റെ കാര്യം നോക്കിയാൽ ദൈവം നമ്മുടെ കാര്യം നോക്കും. പ്രൈസുള്ളൂ. അത് ദൈവം ആർക്കും കടക്കാരനല്ല. പ്രൈസുള്ളൂ. അങ്ങനെ അവിടെയും എല്ലാം അവിടെയൊക്കെയും പോയിടത്തൊക്കെയും സാക്ഷ്യം വഹിപ്പാൻ, അനേകരോടൊക്കെയും കർത്താവിനെ കുറിച്ചൊക്കെ പറയുവാനൊക്കെയും ഇടയാക്കി. അങ്ങനെ 76 മുതൽ 79 വരെ വീണ്ടും ഹിണ്ടൻ എയർബേസിൽ തന്നെ ഉണ്ടായിരുന്നു, ഗാസിയാബാദിൽ. ആ സമയത്തൊക്കെ അവിടെ നല്ല സഭയായി. ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ ആ ക്യാമ്പിനകത്തെ മീറ്റിംഗ് വെളിയിൽ നിന്നുള്ളവർക്ക് വരാൻ പ്രോബ്ലം ആയതുകൊണ്ട് വെളിയിലൊരു വാടകയ്ക്ക് വീടെടുത്ത് അവിടെ ഒരു പാസ്റ്ററൊക്കെ ആക്കിയായിരുന്നു 70 മുതൽ. അവിടെ അങ്ങനെ രാജനഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഗാസിയാബാദ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഒരു ഫ്ലാറ്റ് കിട്ടിയായിരുന്നു നമുക്ക്. IPCNRൻ്റെ പേരിൽ, കെ.ടി. തോമസിൻ്റെ പേരിൽ അത് എടുത്ത്. അന്ന് അച്ഛന് ആദ്യ സമയങ്ങളിൽ കുഴപ്പമില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് അവിടെ ആൾക്കാരൊക്കെ വരികയും എയർഫോഴ്സിൽ നിന്നൊക്കെ ഇച്ചിരി ദൂരം അവിടെ വരെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന പാസ്റ്ററെ അവിടുത്തെ ഒരു അരിസമാജത്തിൻ്റെ നേതാവ് കൈ അടിച്ച് ഒടിച്ചു കളഞ്ഞു, കൈ ഒടിഞ്ഞു. അദ്ദേഹം അവിടുന്ന് പിന്നെ അങ്ങ് മാറി. അപ്പോഴാ വീട് കുറച്ച് നാളത്തേക്ക് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ നേതാവ് അത് കൈക്കലാക്കി. തോമാച്ചാൻ, കെ.ടി. തോമസ് അപ്പോൾ അമേരിക്കയിലായിരുന്നുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റിയില്ല. അങ്ങനെ ആ ബിൽഡിങ് നമുക്ക് നഷ്ടപ്പെട്ടു. കുറച്ച് ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ കൊടുത്തതായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ഞാൻ വേലയ്ക്ക് ഇറങ്ങി വേല തുടങ്ങുമ്പോൾ ആ വീടിനടുത്ത് തന്നെ ഒരു ഡോക്ടർ ഗീതാദേവിയുടെ വീട് നമുക്ക് വേണ്ടി ആരാധനയ്ക്ക് ദൈവം ഓപ്പൺ ചെയ്തു. ആ കൈക്കലാക്കിയ ആ വീടിൻ്റെ ലെറ്റർ ബോക്സിൽ കൊണ്ടുവന്ന് ഞാൻ ട്രാക്ട് ഇട്ടു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അങ്ങനെ ഞാൻ ഹല്ലേലൂയ അവിടെ വീണ്ടും മടങ്ങി വന്നപ്പോൾ നല്ല സഭയുണ്ട്. പ്രൈസ് ലോർഡ്. അങ്ങനെ 79 ഫെബ്രുവരി 1 ഞാൻ എയർഫോഴ്സിൽ നിന്ന് 15 വർഷം കംപ്ലീറ്റ് ചെയ്ത് റിട്ടയറായി. അപ്പോൾ 77 എൻ്റെ വിവാഹം നടന്നു. ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞ് എൻ്റെ വൈഫ് അപ്പോൾ ഹിണ്ടനിലെ ക്വാർട്ടേഴ്സിലേക്ക് വന്നു. 79 ഹല്ലേലൂയ ജൂലൈ 29 ഞങ്ങളുടെ ആദ്യത്തെ മകൻ ഞങ്ങൾക്കുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി എയർഫോഴ്സിൽ നിന്ന് വെളിയിൽ വന്ന് ഞങ്ങൾ വെളിയിലൊരു വീടെടുത്ത് താമസിക്കുമ്പോഴാണ് ആ കാര്യം നടക്കുന്നത്. അന്ന് എൻ്റെ ഇളയ സഹോദരി കൊച്ചുമോളും ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നു. ഹല്ലേലൂയ. അപ്പം കുഞ്ഞിനെ ഒക്കെ നോക്കാൻ വേണ്ടി അതൊരു അനുഗ്രഹമായിരുന്നു. ആ ഇളയ സിസ്റ്ററിൻ്റെ മകനാണ് ഇപ്പോഴത്തെ ഒരു കൺവെൻഷൻ പ്രാസിക്കാൻ ഫെയ്ത്ത് ബ്ലസൻ. ആ കൊച്ചുമോള് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആദ്യം ഞാനാണ്. അപ്പോൾ ഞാൻ സെക്രട്ടറിബാദിൽ നിന്ന് സ്നാനപ്പെട്ട് മർത്തോമായിൽ പിന്നെ പോയില്ല. ഞാൻ എടത്തുവ ചർച്ചോക്കോട് സഭാകളുള്ളൊരു ആരാധനയ്ക്ക് പോയി ഇരിക്കുമ്പോഴാണ്, ആരാധനയ്ക്കല്ലേ, ശനിയാഴ്ച വൈകിട്ടത്തെ മീറ്റിങ്ങിന് പോയി. അന്ന് വാര്യപുരം യോനച്ചനും കൂടൽ കുഞ്ഞും ഉപദേശവും കൂടെ ഭയങ്കര ശുശ്രൂഷ. എനിക്ക് അവരെ അറിയത്തില്ല, അവർക്ക് എന്നെ അറിയത്തില്ല. അപ്പം ഞാൻ പോയി ചർച്ചോക്കോട് സഭാകളുടെ പുറകിൽ പോയി ഇരിക്കുമായിരുന്നു. അപ്പോൾ ശുശ്രൂഷയ്ക്കിടെ വാര്യപുരം യോനച്ചൻ പുറകിലോട്ടിങ്ങ് വന്നു. എൻ്റെ തലയെ കൈവച്ച് പറഞ്ഞു, നിന്നെ നിൻ്റെ വീട്ടിൽ നേകനായി വിളിച്ചു വേർതിരിച്ചു. വടക്കേ ഇന്ത്യയിൽ അനേക സ്ഥലങ്ങളിൽ ഞാൻ അയക്കും, അനേക ആത്മാക്കളെ എന്നിലേക്ക് ആദായപ്പെടുത്തുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങിയിട്ടില്ല. പ്രൈസ് ലോർഡ്. എന്നാൽ ചെറുപ്പത്തിൽ 12ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ എയർഫോഴ്സിൽ ദൈവം ഓരോ സ്ഥലങ്ങളിൽ അയക്കുകയും അവിടെയൊക്കെ ഓരോ പ്രയർ ഗ്രൂപ്പ്, ദൈവത്തിൻ്റെ പ്ലാനായി. അതെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഗൾഫിലോ എവിടെയെങ്കിലും പോകാൻ വേണ്ടി കുവൈറ്റ് എയർവേസിലൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. കാര്യം എക്സ്പീരിയൻസ് ഉണ്ട്, ടെക്നിക്കൽ ട്രേഡുണ്ട്. എന്നാൽ അതിനൊന്നും ദൈവം വഴി തുറന്നില്ല.
അങ്ങനെ ഇരിക്കുമ്പോഴേ ഞങ്ങൾ സൈവാദി ചർച്ചിൽ എയർപോർട്ട് സ്റ്റേഷൻ അടുത്തൊരു വെളി ചർച്ചുണ്ട്. അന്ന് പാഷ ഉമ്മൻ മത്തായി അവിടെ ശിഷ്യമുണ്ട്, ഇപ്പോൾ ഹൂസ്റ്റണിലുണ്ട്. പാഷ മാങ്ങാനം ജോസഫ് വന്നൊരു കൺവെൻഷൻ, ഒരു കാത്തിരിപ്പ് വന്നു. പാഷ മാങ്ങാനം ജോസഫിനെ ഞാൻ അങ്ങനെ ആദ്യമായിട്ട് കാണും. അപ്പോൾ അന്ന് ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. അപ്പോൾ ഈ ഗൾഫിലൊക്കെ പോകുന്നതിന് മുമ്പ് എനിക്കൊരു ജോലി കിട്ടി. ഞങ്ങളുടെ ആദ്യത്തെ മകൻ്റെ പ്രസവം കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന്, അവിടെ മോഹൻ നഗർ ഒരു ഹോസ്പിറ്റലിൽ നിന്ന്, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ അവിടുത്തെ ആംബുലൻസ് ഒക്കെ ബുക്ക് ചെയ്തിരുന്നു. പക്ഷെ സമയമായപ്പോൾ കിട്ടിയില്ല. അപ്പോൾ വൈഫ് കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ സിസ്റ്ററും ഉണ്ട്. ഞങ്ങൾ ബില്ലെല്ലാം പേ ചെയ്ത് റെഡിയായി എമർജൻസിയോട് ഇരിക്കുക. ഞാനെന്നാൽ ഈ ആംബുലൻസിനോട് വരാൻ താമസിച്ച കാരണം ഞാൻ വെളിയിലോട്ടും പോയി ഒരു ഏതെങ്കിലും ടാക്സി വല്ലതും പിടിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ ജീറ്റർ റോഡിൻ്റെ ഈ ഹോസ്പിറ്റലിൻ്റെ അവിടെ സൈഡിൽ നിൽക്കുമ്പോൾ ഒരു കാറ് ഡൽഹിയിൽ നിന്ന് ജീറ്റർ റോഡിൽ കൂടെ കാശിബാഗിലേക്ക് പോവാം. അദ്ദേഹം പോയിട്ട് ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് വന്നിട്ട് അകത്തോട്ട് കയറാതെ വീണ്ടും അദ്ദേഹം തിരിച്ച് ജീറ്റർ റോഡിലോട്ട് ഇങ്ങനെ വരികയാണ്. അപ്പം ഞാൻ ആ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഞാൻ എനിവേ ഒരു കൈ കാണിച്ചു. അദ്ദേഹം കൈ നിർത്തി. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഇതുപോലെയാണ്, ഞങ്ങൾ ഇവിടുത്തെ ആംബുലൻസ് ബുക്ക് ചെയ്തു, അത് ഇതുവരെ വന്നില്ല, ലേറ്റായി പോയി, ഇതുപോലെ വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞുമായിട്ടിരിക്കുകയാണ്, ഞങ്ങൾ പോകാൻ കാത്തിരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡോണ്ട് വറി, ഗെറ്റ് ഇൻ, കയറി ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ഒരു കമ്പനിയുടെ ഡയറക്ടറെ, എനിക്കറിയത്തില്ലേ, അദ്ദേഹം ഉടനെ തന്നെ എന്നെ കയറ്റി എമർജൻസി കൊണ്ടുപോയി. പുറകിലെ എൻ്റെ വൈഫും കുഞ്ഞും എൻ്റെ സിസ്റ്ററും, ഫ്രണ്ടിലെ അദ്ദേഹവും ഞാനും. അങ്ങനെ ജീറ്റർ റോഡിൽ കൂടെ ഈ ഹിണ്ടൻ റിവറിൻ്റെ അവിടെ വന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എവിടെയാണ് ജോലി ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എയർഫോഴ്സിലായിരുന്നു, ഇതുപോലെ ഡിപ്ലോമ ഇൻ ടെക്നോളജി, ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്, പിന്നെ ഇങ്ങനെ ഗൾഫിലൊക്കെ പോകാനൊക്കെ നോക്കിയിരിക്കുക എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ശ്രമിച്ചു. അദ്ദേഹം ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു, ടുമോറോ മോർണിംഗ് യു കം ആൻഡ് സീ മീ ഇൻ മൈ ഫാക്ടറി. നോക്കണേ, അത് ഒരു കമ്പനിയുടെ ഉടമസ്ഥനാണ്, ദൈവം വഴി ഒരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഞാൻ അവിടെ പോയി. അദ്ദേഹം അവിടുത്തെ സൂപ്പർവൈസറായിട്ട് എന്നെ അപ്പോയിന്റ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവിടെ ആ അദ്ദേഹത്തോട് ഉൾപ്പെടെ അവിടെ എല്ലാവരോടും സുവിശേഷം പറഞ്ഞു, കർത്താവിനെ കുറിച്ച് പറഞ്ഞു. കിട്ടിയ സമയം അവിടുത്തെ എല്ലാ എംപ്ലോയീസിനോടും അവിടുത്തെ മാനേജർമാരോടും ഒക്കെ കർത്താവിനെ കുറിച്ച് പറയാനുള്ള അവസരം കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ 81 ഒരു ഹിന്ദുക്കളുടെ ഒരു പൂജാ ദിവസമാണ്. അന്ന് ഈ കമ്പനിക്കകത്ത് 1 മീറ്റർ നീളം ഉയരമൊക്കെയുള്ള തെർമോക്കോൾ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇവരുടെ ഒരു ബിംബമൊക്കെ വെച്ച് സാമ്പ്രാണിയൊക്കെ കത്തിച്ച് പൂജ നടത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ ആ സമയത്തേക്ക് എന്നെ ഒരു ഷിഫ്റ്റിൻ്റെ ഇൻചാർജ് ആക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു, നാളെ വരണം, നിങ്ങളൊരു ഷിഫ്റ്റിൻ്റെ ഇൻചാർജ്, അപ്പം ഈ ഇങ്ങനെ പൂജയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ചർച്ചിൽ ഞങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥന നടക്കും, ഫാസ്റ്റിംഗ് പ്രാർത്ഥന നടക്കുക, എനിക്ക് പോയേ പറ്റൂ. നോക്കണേ, സാധാരണ ഓരോ പരിപാടി കൊണ്ടുവരും. അദ്ദേഹം പറഞ്ഞു, അയ്യോ, അത് നിങ്ങൾ ഒരു ചുമതലപ്പെട്ട ആളാണെന്നല്ലോ, നിങ്ങൾ വന്നില്ലേ മറ്റുള്ളവർക്കൊക്കെ പ്രയാസമില്ല. ഞാൻ പറഞ്ഞു, നോ സാർ, ഐ ഹാവ് ടു ഗോ ടു ചർച്ച്. ഞാൻ അങ്ങനെ പോയി. ആ ദിവസം ആ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ അഭിഷേകം പ്രാപിക്കുന്ന സമയമാണ് ഈ കമ്പനിക്ക് തീ പിടിച്ചു. ഈ തെർമോക്കോളിൽ ഇരുന്ന സാമ്പ്രാണിയൊക്കെ കെടുത്താതെ ഇവരങ്ങ് പൂജയും കഴിഞ്ഞവരൊക്കെ അങ്ങ് പോയി. ബിംബമൊക്കെ ഉണ്ടായിരുന്നു. ആ സെക്യൂരിറ്റി മാത്രം, ഞാൻ അത് ഇപ്പം അറിയുന്നില്ല ഇതൊന്നും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ, ഞാൻ തിങ്കളാഴ്ച ചെല്ലുമ്പോൾ കമ്പനിയുടെ മേള് കത്തി കണ്ടു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഏതോ തകരാറ് സംഭവിച്ചല്ലോ. അപ്പോൾ സെക്യൂരിറ്റിയോട് ചോദിച്ചു, എന്തോ പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചു, പൂജ കഴിഞ്ഞ് എല്ലാവരും പോയി, ആ തെർമോക്കോളിന് തീ പിടിച്ച് അവിടെ എല്ലാം കത്തി. അപ്പോൾ ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ക്യാബിൻ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു ബൈബിൾ വെച്ചിട്ടുണ്ട്. ഞാൻ ജോലിയൊക്കെ അലോട്ട് ചെയ്ത് ഞാൻ അതിനകത്ത് ഇരിക്കും, പ്രാർത്ഥിക്കും. അവിടെ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടും കർത്താവിനെ കുറിച്ച് പറയും. ഞാൻ പലപ്പോഴും ആ ക്യാബിനകത്ത് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം ഓർക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് വളരെ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. പക്ഷെ ആ ക്യാബിൻ മാത്രം തീ കത്തിയില്ല, അതിൻ്റെ പരിസരങ്ങളെല്ലാം കത്തി. അപ്പോൾ ആ ഇൻഷുറൻസുകാർ പറഞ്ഞു, എടാ, ഇത് കത്താൻ എളുപ്പമായിരുന്നല്ലോ. അത് കത്തിയില്ല, ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു. ഞാൻ അവരോട് സമയമൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അഭിഷേകം പ്രാപിച്ച സമയം, ഞാൻ അവിടെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഇവിടെ ആത്മാവിലുള്ള തീക്കത്തൽ നടക്കും, ഇവിടെ കമ്പനി കത്തി. പിന്നെ 1 മാസത്തേക്കെല്ലാം അടച്ചിട്ടു. അത് കഴിഞ്ഞിട്ട്
അദ്ദേഹം എന്നെ വീട്ടിൽ ആളിനെ വിളിപ്പിച്ചു, നമുക്ക് വീണ്ടും തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെയാണ്, ഗോഡ് കോൾ മീ ഫോർ ഹിസ് മിനിസ്ട്രി, സോ ഐ ഹാവ് ടു ഒബേ മൈ ഗോഡ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാംകുട്ടി, യു ഗോ ഫോർ യുവർ ആക്ടിവിറ്റീസ് ബട്ട് യു ഡോണ്ട് ലിവ് ദി ജോബ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സർ, ഇറ്റ് ഈസ് എ കോൾ ഫ്രം മൈ ഗോഡ്, ഐ ഹാവ് ടു ഒബേ. ഐ കനോട്ട് ലവ് യു ഓർ യുവർ ഫാക്ടറി മോർ ദാൻ മൈ ഗോഡ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു 3 പ്രാവശ്യം, ഇസ് ഇറ്റ് യുവർ ഫൈനൽ ഡിസിഷൻ? ഞാൻ പറഞ്ഞു, യെസ് സർ. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞ് ഞാൻ റിസൈൻ ചെയ്യുന്ന ലെറ്ററുമായിട്ടാണ് പോകുമ്പോൾ അദ്ദേഹം 3 പ്രാവശ്യം ചോദിച്ച് സൈൻ ചെയ്തു. ഒരു കോപ്പി എനിക്ക് തന്നു, ഒരു കോപ്പി ഡൽഹി ഓഫീസിലേക്ക് അയച്ചു, ഒരു കോപ്പി അവിടെ വെച്ചു. അങ്ങനെ ആ കമ്പനിയോട് യാത്ര പോയി. ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു. അവിടെ എല്ലാവരോടും കർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ എൻ്റെ മനുഷ്യ അവിടുത്തെ കഴിഞ്ഞു. കമ്പനിക്ക് ദൈവം വിളിച്ചു. നോക്കണം, ദൈവം പ്രവർത്തിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം അന്ന് മുതൽ അഭിഷേകം പ്രാപിച്ച അന്ന് രാത്രിയിൽ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ദൈവം എനിക്ക് ഹീലിംഗ് മിനിസ്ട്രിയൊക്കെ തന്നു. അന്ന് അഭിഷേകം പ്രാപിച്ച അന്ന് രാത്രി വീട്ടിൽ വരുമ്പോൾ, രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് ആലീസിന്, അന്ന് ഞങ്ങൾ ഹോസ്പിറ്റൽ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഗാസിയാബാദിൽ. അതിവേദനയായിട്ട് ഭയങ്കര മരണവേദന അനുഭവിക്കുന്നു. ഞാൻ ഉടനെ അങ്ങ് ആത്മാവിലായി തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവം പരിപൂർണമായ വിടുതൽ കൊടുത്തു. ആദ്യത്തെ ശുശ്രൂഷ അതായിരുന്നു, അഭിഷേകം പ്രാപിച്ച ശേഷം. അതിനുശേഷം ഇന്ന് രാവിലെ ഞാൻ പാൽ മേടിക്കാൻ വേണ്ടി അവിടെ ഒരു ഫാമിൽ പോയി മേടിക്കും. നല്ല അവിടെ ചെന്ന് നമ്മൾ നിൽക്കുമ്പോൾ കറന്നു വരും, നല്ല എരുമപ്പാൽ. അപ്പോൾ സൈക്കിളെ പാത്രം തൂക്കിയിട്ടിട്ട് ഞാനിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെ ഒരു സ്റ്റെപ്പിൽ ഒരു പ്രായം ചെന്ന സ്ത്രീ ഇരിക്കുന്നു. ആ സ്ത്രീ തല ഇങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ്, നെറ്റിയെല്ലാം മുഖമെല്ലാം കവർ ചെയ്തിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ആ സ്ത്രീയോട് സംസാരിക്കാൻ. ഞാൻ സൈക്കിൾ അവിടെ നിർത്തിയേച്ച്, അന്ന് അഭിഷേകം പ്രാപിച്ചതിൻ്റെ രാവിലെ സമയമാണ്. അപ്പോൾ അന്ന് രാത്രി ആലിസിന് ദൈവം വിടൽ കൊടുത്തു. ആ പ്രഭാത സമയം, അന്ന് രാത്രി കഴിഞ്ഞ് ഉടനെ നിർത്തി. ഞാൻ അവരോട്, പ്രായമുള്ളൊരു മാതാവാണ്, ഞാൻ ചോദിച്ചു, മാതാജി ക്യാ ഹോ ഗയാ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവരുടെ ആ തുണി നെറ്റിയിൽ നിന്ന് മാറ്റി. ഞാൻ എൻ്റെ അതുപോലൊരു കാഴ്ച ഇതുവരെ കണ്ടിട്ടില്ല. അവരുടെ കണ്ണിൻ്റെ അവിടെയും മൂക്കിനവിടെ എല്ലാം പഴുപ്പും കുഴി നിറഞ്ഞ് ആ അണുക്കളിരിക്കും. ഇങ്ങനെ ജീവനുള്ള ശരീരത്തെ അണുക്കളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവരുടെ നെറ്റിലെല്ലാം അതിൻ്റെ വെള്ളവും പശുവും ഒക്കെ ഉണ്ട്. അപ്പോൾ ദൈവം എന്നെ ടെസ്റ്റ് ചെയ്യായിരുന്നു. പത്രോസിനെ തുപ്പട്ടി ഇറക്കി അറുത്ത് തിന്നാൻ പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, മലിനമായത് ഞാൻ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാൽ ദൈവം പറഞ്ഞു, ഞാൻ ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നോക്കണം, എൻ്റെ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ഈ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കും വേണ്ടി. ഫ്രീസ്റ്റുള്ളൂ, അതൊരു ടെസ്റ്റിങ്. ഞാൻ ആ മാതാജി നെറ്റിയിലോട്ട് കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അതിനു മുമ്പ് ചോദിച്ചു, യേശു മസീഹ് ബാരമേ സുനാഹേ, യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, യേശു ഗസു ഹാൽവിയ ദൈവത്തിൻ്റെ പുത്രനാണ്, ഈ ലോകത്തിൽ പാപികളെ രക്ഷിപ്പാൻ വന്നു, രോഗികളെ സൗഖ്യമാക്കും ഒക്കെ എല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിശ്വസിച്ചാൽ ആ ദൈവം സൗഖ്യമാക്കുന്നു, വിശ്വസിക്കുന്നു പറയും. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആ സ്ത്രീയുടെ തലയിലോട്ട് കൈവച്ചു പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് അവിടെ അവരുടെ ആ വെള്ളവും പശുവൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അടുത്തൊരു ടാപ്പ് ഉണ്ടായിരുന്നു, കൈ കഴുകിച്ച് ഞാൻ പാൽ മേടിക്കാൻ പോയി തിരിച്ചു വന്നിട്ട് ആ സ്ത്രീയെ കണ്ടില്ല. ഒരു വലിയ ടെസ്റ്റിംഗ് ആയിരുന്നു, എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം അന്ന് മുതൽ ഞാൻ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ദൈവം എന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് അയക്കും. ചിലർക്കൊക്കെ ഒത്തിരി ദൂരം ഞാൻ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ പശുവിനെയൊക്കെ തീറ്റിച്ച് ആൾക്കാർ ഇങ്ങനെ മരത്തിൻ്റെ ചോട്ടി വന്ന് വിശ്രമിക്കുന്നു. അവരോടൊക്കെ പോയി സുവിശേഷം. ഹിന്ദിക്കാരാണ്, അന്ന് അറിയാവുന്ന ഹിന്ദിയിലൊക്കെ, എയർഫോഴ്സിലെ ഇംഗ്ലീഷിലായിരുന്നു, എന്നാലും കുറച്ച് ഹിന്ദിയൊക്കെ അറിയാം. അങ്ങനെ ഞാൻ പേഴ്സണൽ ഇവാഞ്ചലിസം അങ്ങ് തുടങ്ങി. ബൈബിൾ സ്കൂളൊന്നും പോയില്ല. അതിന് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ദൈവം എന്നെ അയക്കുന്നിടത്തൊക്കെ അയച്ചു. പലരും അങ്ങനെ പലരുടെ വഴിയിൽ വെച്ചും വീട്ടിൽ വെച്ചും ഒക്കെ പോയി കർത്താവിനെ അവർ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം പ്രൈസ് ദി ലോർഡ്, സഭയിലൊക്കെയും വലിയ അനുഗ്രഹമായിരുന്നു. ചില ഭൂതം ബാധിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് ദൈവം അവർക്കൊക്കെ വിടുതൽ കൊടുത്തു. അതിനുശേഷം ഞാൻ ഡൽഹിയിലെ ബഥേൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ IPC നോർത്ത് ഇന്ത്യൻ്റെ ബൈബിൾ സ്കൂളിൽ ചേർന്ന് പഠിച്ചു. അവിടെ താമസിച്ചു. തോമാച്ചാൻ്റെ വീട്ടിൽ അവിടെ താമസിച്ചു. പ്രൈസ് ദി ലോർഡ്. വെള്ളിയാഴ്ച അങ്ങ് തിരിച്ചു പോകും ഗാസിയാബാദിന്. അതൊക്കെ വലിയ അനുഗ്രഹമായിരുന്നു. നമ്മുടെ തിരുവല്ലയിൽ രാജു പോക്കാരുടെ ചർച്ചിലുള്ള അതിരൂപന് ഞങ്ങൾക്ക് എല്ലാം ഒന്നിച്ചു പഠിച്ച
അങ്ങനെ വേറെ പലരുണ്ടായിരുന്നു. ആ തേജ്പൂരിലൊക്കെ പ്രവർത്തിക്കുന്ന രാജൻ ചാക്കോ, അദ്ദേഹം ഇപ്പം APCR അരുണാചലിൻ്റെ ഒക്കെ പ്രസിഡന്റാണ്. ഞങ്ങളെല്ലാം ഒന്നിച്ച് പഠിച്ച. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ പ്ലാൻ നോക്കണേ, പല രീതിയിലാണ് ദൈവം നമ്മളെ മരുക്കി എടുക്കുന്നത്. അങ്ങനെ പേഴ്സി വാങ്ങിച്ച് നടന്നു. പിന്നെ ബൈബിൾ സ്കൂളിൽ പഠിച്ചു. ബൈബിൾ സ്കൂൾ കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ പഠിച്ച് അന്നത്തെ പ്രായം കൂടിയ ആൾ ഞാനായിരുന്നു. ബാക്കിയുള്ളവർക്കെല്ലാം ഓരോ സ്ഥലമൊക്കെ കൊടുത്തു. അപ്പം ഞങ്ങളന്ന് എയർഫോഴ്സ് സ്റ്റേഷൻ അടുത്തുള്ള സൈവാദി ചർച്ചിൽ ഞങ്ങൾ ഇച്ചിരി ദൂരെ നിന്നാ, ഞങ്ങളെക്കാൾ ദൂരെ നിന്ന് വരുന്നവരുണ്ട്. അവരൊക്കെ സൈക്കിൾ റിക്ഷ പിടിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് ഗാസിയാബാദ് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടുന്ന് 1-2 ബസ് പിടിച്ചൊക്കെ ആയിരുന്നു ആരാധനയ്ക്ക് വരുന്നത്. വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അപ്പോൾ ഇവർക്ക് വേണ്ടി കാത്തിരുന്നു, ഇവർ എവിടെയെങ്കിലും എനിക്കൊരു അപ്പോയിൻമെന്റ് തരും. അപ്പോൾ മോഡി നഗർ, മീറട്ടം, പലയിടത്തൊക്കെ പറയെങ്കിലും എന്നെ ഒന്നും വിടുന്നില്ല. ഈ സഭയിൽ നിന്ന് വിടാൻ അവർക്കൊരു മടി. ഞങ്ങളെവിടെ ആയിരിക്കുന്ന അവർക്ക് പ്രയോജനമാണെന്ന് മനസ്സിലാക്കിയുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞു എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ തോമാച്ചനോട് പറഞ്ഞു. തോമാച്ചൻ പറഞ്ഞു സാകുട്ടി തുടങ്ങിക്കും. അങ്ങനെ സിറ്റിയിൽ ഞങ്ങൾ 82 ഒരു കൺവെൻഷൻ നടത്തിയായിരുന്നു. അത് അന്ന് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ TJ സൈമൺ ഡെറാഡൂൺ ഉണ്ടായിരുന്നു. പുള്ളി മരിച്ചുപോയി. പിന്നെ പാസ്റ്റർ KK ചെറിയൻ, ഇവരെ വിളിച്ച് ഞങ്ങൾ ഡൽഹി, UP, രാജസ്ഥാൻ, ഹരിയാന, 4 സ്റ്റേറ്റിൻ്റെ അന്നത്തെ IPCയുടെ നോർത്തേൺ റീജിയൻ്റെ സെൻട്രൽ ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. ആ ഡിസ്ട്രിക്ട് കൺവെൻഷൻ ആദ്യമായിട്ടാണ് നമ്മൾ ഗാസിയാബാദിലെ രാമലീല ഗ്രൗണ്ട്, വലിയ ഗ്രൗണ്ടാണ്. അവിടെ ഹിന്ദുക്കളുടെ പ്രോഗ്രാം അല്ലാതെ ഒരു ക്രിസ്ത്യൻ പ്രോഗ്രാം നടന്നിട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ അവിടെയുള്ള ഹിന്ദുക്കളെയൊക്കെ പോയി കാണും. അവിടെ ഒരു ശർമാജി ഉണ്ടായിരുന്നു, ഒരു പ്രിന്റിംഗ് പ്രസ് നടത്തും. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ബൈബിളൊക്കെ കൊടുക്കും. അദ്ദേഹത്തിൻ്റെ റൂമിൽ വീട്ടിലൊക്കെ പോയി പ്രാർത്ഥിക്കും. അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു എന്നെക്കുറിച്ച്. അങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതുപോലെ കൺവെൻഷനാണ്. അദ്ദേഹം പറഞ്ഞു ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അതിൻ്റെ ബാനറുകളും എല്ലാം നോട്ടീസും ഒക്കെ പുള്ളി അടിച്ചത്. എല്ലാ ദിവസവും അദ്ദേഹം പ്രസംഗം കേൾക്കാൻ വരുമായിരുന്നു ആ ഗ്രൗണ്ടിൽ. അന്ന് ഹിന്ദു മുസ്ലിം അല്പം പ്രോബ്ലം ഉണ്ടായിരുന്നുകൊണ്ട് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് പോയി പ്രത്യേക പെർമിഷൻ എടുക്കണമായിരുന്നു. അപ്പം ഞാൻ ബൈബിൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെയും കൂട്ടി ഡിസ്ട്രിക്ട് കളക്ടറുടെ അടുത്ത് പോയി പെർമിഷൻ എടുത്തു. പിന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, പോലീസ് ഇൻചാർജിൻ്റെ അടുത്ത് പോയി അങ്ങനെ സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്തു. പ്രൈസ് ദി ലോർഡ്. അന്ന് പാസ്റ്റർ PV മാമനാണ് സഭയെ സൃഷ്ടിക്കുന്നതെങ്കിലും ഞാൻ ഗാസിയാബാദിലായിരുന്നു. അവരിച്ചിരി ദൂരെയാണ്. ഞാൻ ബൈബിൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി അതിൻ്റെ പെർമിഷനൊക്കെ എടുത്ത് കണക്ഷനൊക്കെ എല്ലാം കിട്ടുക. അതിനൊക്കെ ഈ ശർമാജി എനിക്ക് വളരെ ഹെൽപ്പായിരുന്നു. അങ്ങനെ ശർമാജി എല്ലാ ദിവസവും വരും. ശർമാജി എന്നോട് പറഞ്ഞു, ഇപ്പോൾ TJ സൈമൻ്റെ പ്രസംഗം കേട്ടപ്പോൾ നിങ്ങളുടെ മലയാളികൾ ഇത്രയും ശുദ്ധം ഹിന്ദി പറയും. അദ്ദേഹത്തിൻ്റെ ആ പാട്ടും ആ പ്രസംഗമൊക്കെ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ആൾക്കാർ അവിടെ കൂടിയായിരുന്നു ആ ഗ്രൗണ്ടിൽ, ഹിന്ദുക്കളൊക്കെ. അതൊരു ആരംഭമായിരുന്നു. അവിടെ ഒരു വേല തുടങ്ങി സിറ്റിയിൽ. അന്ന് സിറ്റി വേലയില്ല. ഇത് മറ്റേ എയർപോർട്ട് സ്റ്റേഷനകത്ത് സൈബാദ് എന്ന് പറഞ്ഞിട്ട് ദൂരമാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ തോമാച്ചൻ പറഞ്ഞു സിറ്റിയിൽ അങ്ങനെ ആദ്യം കൺവെൻഷന് ശേഷം അവിടെ സിറ്റിയിൽ ഒരു വേല തുടങ്ങി. നമുക്ക് എവിടെയാണ് വീട്, നമ്മുടെ ബിൽഡിംഗ് നഷ്ടപ്പെട്ട അവിടെ അതിനടുത്ത് തന്നെ ഒരു ഡോക്ടർ ഗീതാദേവി, ഒരു ഹിന്ദു ആയിരുന്നു, മലയാളിയാണ്. അവരെ ഒരു മെത്തഡിസ്റ്റുകാരനെ കല്യാണം കഴിച്ച് അദ്ദേഹം മരിച്ചുപോയി. ഇദ്ദേഹത്തിൻ്റെ അവരുടെ ഒരു മകനുണ്ട്, ഡോക്ടർ ഡേവിഡ്. അവർ മസ്കറ്റിലായിരുന്നു. അപ്പോൾ ഈ ഗീതാദേവി തന്നെ അവിടെ താമസിക്കുമായിരുന്നു. നല്ലൊരു വലിയ വീടാണ്. അപ്പോൾ ആ വീടിൻ്റെ ഒരു മെയിൻ ഹാള് ഞങ്ങൾക്ക് വേണ്ടി ആരാധനയ്ക്ക് തുറന്നു. നോക്കണേ, അവിടെ ആരാധന അങ്ങനെ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് അവിടുത്തെ ഗാസിയാബാദ് BJP സെക്രട്ടറി നടത്തുന്ന ഒരു സ്കൂൾ, അവിടെ ഞങ്ങളുടെ മോളും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ആ സ്കൂളിൻ്റെ ഒരു മുറി തന്നു. BJPയുടെ ഇപ്പോഴൊന്നും സമ്മതിക്കത്തില്ല. പിന്നെ ഗാസിയാബാദ് സിറ്റി സ്കൂള്, ഇവിടെയൊക്കെ ഞങ്ങൾ മാറി മാറി ആരാധന നടത്തും. പ്രൈസ് ദി ലോർഡ്. പിന്നെ കുറച്ച് നാളത്തേക്ക് വാടകയ്ക്ക് എടുത്തു. ഹല്ലേലൂയ. അങ്ങനെ 7 വർഷക്കാലം ഗാസിയാബാദിൽ ആ സിറ്റിയിലൊരു വേല, അവിടെ ആ സഭാ ചാർജിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്നു. 7 വർഷം തികഞ്ഞപ്പോൾ വര്യവനും യോനച്ചും പറഞ്ഞ് പ്രവചനം നിറവേറണമല്ലോ. IPC നോർത്തേൺ റീജിയൻ്റെ എല്ലാ 20 സ്റ്റേറ്റിൽ നേപ്പാളിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ഡെലിഗേറ്റ്സ് ജനറൽ ബോഡി മീറ്റിങ്ങിൽ എന്നെ ഒരു പുതിയ പോസ്റ്റ് തോമാച്ചൻ ജോയിന്റ് സെക്രട്ടറി ഒരു പോസ്റ്റ് ഇല്ലായിരുന്നു IPCന്. ആദ്യമായിട്ട് ആ പോസ്റ്റ് എനിക്കൊന്നു. ഞാൻ ആദ്യമൊക്കെ ഒഴികഴിഞ്ഞ് മാറി. തോമാച്ചൻ പറഞ്ഞു സാൻകുട്ടി ഒഴിഞ്ഞ് മാറരുന്നു. ഞാൻ പറഞ്ഞു അച്ഛാ എന്നെക്കാളും സീനിയേഴ്സാണ് പാസ്റ്റർ K. ജോയി, KV ഗീവറിസ്, ഇവർ KG ഷോ, ഇവരൊക്കെ ഉണ്ട്. അവരൊക്കെ വളരെ ലേറ്റായിട്ട് മനുഷ്യർ ഇറങ്ങിയ. അച്ഛൻ പറഞ്ഞു അതൊന്നുമല്ല, എനിക്ക് സാൻകുട്ടി ആ പോസ്റ്റ് ആക്കണം. അവന് നിർബന്ധിച്ച എനിക്ക് അങ്ങനെ ആ പോസ്റ്റ് തന്നു. അങ്ങനെ ആ കൺവെൻഷൻ്റെ ജനറൽ ബോഡിയിൽ പ്രൈസ് ദി ലോർഡ്. ഞാൻ അന്ന് സഭാ ശുശ്രൂഷയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഗാസിയാബാദിൽ നിന്ന് 10-35 മൈൽ അകലെ സ്കൂട്ടറയിൽ ഗ്രീൻ പാർക്ക് വരും, ഓഫീസിൽ വരും. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളത്തിലുള്ള സഭകൾക്കുള്ള കത്തൊക്കെ അയക്കും. വെളിയിലേക്കുള്ള കത്തുകളൊക്കെ തോമാച്ചാൻ എഴുതി
അങ്ങനെ അത് ചെയ്തു. ഓരോ സഭകൾക്ക് ബിൽഡിംഗ് പണിയാൻ ക്രൈസ്റ്റ് നേഷൻ ക്രിസ്ത്യൻ എയ്ഡ് ഇവിടുന്നൊക്കെ അതിനൊക്കെ ഒരു ലെറ്റർ അച്ഛൻ അയക്കുന്നു. ഇന്ത്യയിലുള്ള മറ്റു മിക്കവാറും ലോക്കൽ സഭകൾക്കെല്ലാം ഞാനായിരുന്നു. പ്രൈസുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ 84 സഭ അങ്ങനെ കാശിപാതയെ തുടങ്ങി. 84 ആര്യ സമാജത്തിൻ്റെ, ഞാൻ ഇവിടുന്ന് 70 കിലോമീറ്റർ അകലെ ഒരു സ്ഥലം ധൻപൂർ എന്ന് പറയും, UP ബുലൻസർ ഡിസ്ട്രിക്ട്. അപ്പോൾ അതിനടുത്ത് ബിലാസ്പൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഡോക്ടർ ജോൺ ഹിന്ദിക്കാരൻ, അവരുടെ വീട്ടിൽ ഒരു വേൾഡ് വിഷൻ പ്രൊജക്റ്റ് ഉണ്ട്, ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. ഞാൻ അവിടെ പോയി മീറ്റിംഗ്. അവിടുത്തെ 1-2 സ്റ്റാഫ് കാശിപാതിൽ ഞങ്ങളുടെ അവിടെ ആരാധനയ്ക്ക് വരുന്നുണ്ടായിരുന്നു. ഒരു മുസ്ലിം കൺവേർട്ടുണ്ട്, അദ്ദേഹം കാശ്മീരിലുള്ള ഒരു ഇറാനിയായിരുന്നു. കാശ്മീർ വെച്ച് അദ്ദേഹം രക്ഷിക്കപ്പെട്ട, അങ്ങനെ അദ്ദേഹമായിരുന്നു അവിടുത്തെ മാനേജർ. അദ്ദേഹവും വേറെ 1-2 സ്റ്റാഫൊക്കെ ഞങ്ങൾക്ക് അവിടെ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഹിന്ദിയൊക്കെ പിന്നെ തുടങ്ങി. അങ്ങനെ അവർക്ക് വേണ്ടി ഞാൻ അവിടെ എല്ലാ ബുധനാഴ്ചയും പോയി മീറ്റിംഗ് നടത്തും. ഈ ഡോക്ടർ ജോണിൻ്റെ വീട്ടിൽ, ഹിന്ദിക്കാരനാണ്. എന്നിട്ട് രാത്രിയിൽ അവിടെ കിടക്കും. എനിക്ക് വണ്ടിയൊന്നും കിട്ടത്തില്ല. പിന്നെ ഞാൻ പിറ്റേ ദിവസം വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വേൾഡ് വിഷൻ പ്രൊജക്റ്റിന് വേണ്ടി അവിടുന്ന് ഒരു 10 കിലോമീറ്റർ അകലെ ധൻപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഒരു പീറ്റർ എന്ന് പറഞ്ഞ ഹിന്ദിക്കാരൻ പോകും പാവങ്ങളെയൊക്കെ സഹായിക്കാൻ. അപ്പോൾ ആ സമയത്ത് എവരിവൺ ക്രൂസൈഡിൽ നിന്ന് ഒരു 4-5 സഹോദരന്മാർ അവിടെ പോയി ട്രാക്സ് കൊടുക്കാനൊക്കെ പോയി. അപ്പോൾ അവിടെ ഒരു വലിയ ആര്യ സമാജത്തിൻ്റെ അവിടെ ഒറ്റ മലയാളിയില്ല. അപ്പോൾ ആര്യ സമാജത്തിൻ്റെ അന്നത്തെ വലിയ നേതാവായിരുന്നു ഭരത്ലാൽ ശാസ്ത്രി എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ഇവരെ പിടിച്ച് അടിക്കുകയും ട്രാക്സ് ഒക്കെ വലിച്ചു കീറുകയും, എന്നിട്ട് അവിടെ നിന്ന് ധൻപൂർ കഴിഞ്ഞാൽ പിന്നെ പാടശേഖരം, അത് കഴിഞ്ഞാൽ പിന്നെ യമുന നദിയാണ്. അവരെ യമുന നദിയിൽ കൊണ്ടുപോയി കൊല്ലാനായിട്ട് കൊണ്ടുപോയി. കൊല്ലുന്നതിന് മുൻപ് ഒരാൾ പറഞ്ഞു, ഇനി നിങ്ങൾ ഇവിടുന്ന് വരത്തില്ല എന്ന് സമ്മതിച്ചാൽ നിങ്ങളെ വിട്ടേക്കാം, നിങ്ങൾ ഈ പ്രവൃത്തി ഇനി ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ വിട്ടേക്കാമെന്ന് പറഞ്ഞു. ഒരാളങ്ങ് ഒഴിഞ്ഞു മാറി പേടിച്ച്. ബാക്കി 4 പേരെ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും വെള്ളത്തിൽ പിടിച്ച് കൊല്ലാനായിട്ട്. പക്ഷേ ദൈവം അവരിൽ കൂടി വീണ്ടും ശുശ്രൂഷ ഉണ്ടായിരുന്നു. അവരെ അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ അനുവദിച്ചില്ല. ഈ നേതാവ് തന്നെ പറഞ്ഞു, അവരെ പൊക്കാൻ പറഞ്ഞു. വെള്ളത്തിൽ നിന്ന് പൊക്കിയിട്ട് അവരോട് പറഞ്ഞു, ഇനി നിങ്ങളിവിടെ വന്നാൽ നിങ്ങളെ കൊന്നുകളയും, പൊക്കോളം പറഞ്ഞു. അങ്ങനെ വിട്ടു. അന്ന് രാത്രിയിൽ ഈ BL ശാസ്ത്രി ഒരു വലിയ ദർശനം കാണുകയാണ്. മുകളിൽ നിന്ന് വലിയ പാറക്കെട്ടുകൾ വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരുടെ മേൽ വീണ് അവർ താല വീണ് മരിക്കുകയാണ്. അവസാനം ഇദ്ദേഹം മാത്രം ഇങ്ങനെ നിൽക്കുമ്പോൾ അവരുടെയൊക്കെ തലയിൽ വന്നതിലും വലിയൊരു പാറക്കെട്ട് ഇദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വരികയാണ്. അത് കണ്ടയാൾ ഭ്രമിച്ചു, പേടിച്ചു, വിറച്ചു. അപ്പോൾ ആ വലിയ പാറക്കെട്ട് തലയിൽ വരുന്നതിന് മുൻപ് അതിൻ്റെ അടിയിൽ ഒരു കരം കണ്ടു, ഒരു ശബ്ദം കേട്ടു, മകനെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിക്കും. പൗലോസിനെ സന്ദർശിച്ച പോലെ അദ്ദേഹത്തെ സന്ദർശിച്ചു. അപ്പോൾ പിന്നെ ഈ പീറ്റർ അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഞങ്ങൾ ഇന്നെ ചെയ്തു, പക്ഷേ എനിക്കിപ്പോൾ സമാധാനമില്ല, എനിക്ക് ഉറക്കമില്ല, എനിക്ക് സമാധാനം, എന്ത് ചെയ്യണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗാസിബാദിൽ നിന്ന് പാസ്റ്റർ സാംകുട്ടി ഞങ്ങളുടെ അവിടെ വന്ന് മീറ്റിംഗ് നടത്തുന്നുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞാൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ അഭിഷേകം പ്രാപിച്ചിറങ്ങി നല്ല കൃപയോടുകൂടി നിൽക്കുന്ന സമയമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിറ്റേ ബുധനാഴ്ച അവിടെ ചെന്നപ്പോൾ ഈ ബ്രദർ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു മലയാളി ഇല്ല. അവിടെ 6 മണിക്ക് വരെ ഒരു ബസ്സേ ഉള്ളൂ. ലാസ്റ്റ് ബസ് 6 മണിക്ക് തിരിച്ചു പോരും. അവിടെ താമസിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഡോക്ടർ ജോണിനോട് ചോദിച്ചപ്പോൾ ജോൺ പറഞ്ഞു, പാസ്റ്റർ സാംകുട്ടി, ഡോണ്ട് ഗോ, ഹി വിൽ കിൽ യു, ഹി ഈസ് കോളിംഗ് ടു കിൽ യു. അവൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, ഡോണ്ട് ഗോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടർ ജോൺ, ഐ വിൽ പ്രേ ഫോർ 1 വീക്ക്, ഇഫ് ഐ ഗെറ്റ് ഗൈഡൻസ് ഐ വിൽ ബി ഗോയിങ്. കാര്യം കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചാൽ കർത്താവിന് വേണ്ടി മരിപ്പാൻ അങ്ങനെയെങ്കിൽ ഞാൻ തയ്യാറാണ്, പക്ഷേ എനിക്ക് ഗൈഡൻസ് വേണം. ഒരാഴ്ച ഗാസിബാദി എൻ്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു പൊക്കോളം. അങ്ങനെ പീറ്റർ അഡ്രസ്സ് വന്നു. ഒരു പരിചയമില്ല, ആരെയും പരിചയമില്ല. ബിലാസ്പൂരിൽ ഇറങ്ങാതെ സെക്കന്ദരാബാദിൽ നിന്ന് ബസ് കയറി ഞാൻ നേരെ ധൻപൂറിന് 1-2 ബസ്സൊക്കെ മാറി ഇറങ്ങി പോകണം. ധൻപൂരിൽ ചെന്ന് ഇറങ്ങി, യാതൊരു പരിചയമില്ല. ഈ അഡ്രസ്സ് വെച്ച് അങ്ങനെ അങ്ങ് പോയി. അവിടെ ചെന്ന് ഞാൻ നോക്കിയാൽ പർട്ടിക്കുലർ വീട്ടിൽ ചെന്ന് അതിൻ്റെ നടുമറ്റത്തൊരു ഡോറുണ്ടായിരുന്നു. ആ ഡോറെ ഞാൻ മുട്ടിയപ്പോൾ ഈ ശാസ്ത്രി അവിടെ ആ നടുമറ്റത്തോട് ചേർന്നൊരു വലിയ വരാന്തയുണ്ട്. അവിടെയുള്ള അവൻ്റെ ആൾക്കാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. എനിക്കൊരു ഭയം, ദൈവം നല്ല ധൈര്യം തന്നിട്ടു. അവൻ ഒന്ന് കഥ തുറന്നു, നമസ്തേ പറഞ്ഞു. അവിടെ ഇരുന്നവരോടൊക്കെ നമസ്തേ പറഞ്ഞു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഹിന്ദിയിലെ പ്രാർത്ഥിച്ചു. ദൈവമേ ഇവരെല്ലാം, ഞാൻ ആദ്യം പ്രാർത്ഥിച്ചു, ദൈവമേ ഇവരെല്ലാം ഹിന്ദിക്കാരാണ്, ഇവർക്ക് അറിയാവുന്ന ഭാഷയിൽ സംസാരിക്കാൻ കൃപ തരണം. അതുവരെ ഹിന്ദി പ്രസംഗിച്ചിട്ടില്ല, പാടും പ്രാർത്ഥിക്കും, പ്രസംഗിച്ചിട്ടില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ
എന്ന് പറഞ്ഞിട്ട് ജബ്സെ പ്യാര ഈശുവായ മേര ജീവൻ ബദൽകയ പ്രാർത്ഥിച്ചതിന് ശേഷം യേശുവിനുള്ളതിൽ നിന്ന പാട്ട്. അതൊരു ആര്യസമാജത്തിൽ നിന്നൊരു കർത്താവദാസൻ രാജസ്ഥാനിൽ ഭട്ട് എന്ന് പറഞ്ഞ ആൾ എഴുതിയ പാട്ട്. ആ പാട്ട് മുഴുവൻ പാടി. ഇവർക്കാർക്കും അറിയത്തില്ല, എല്ലാ ഹിന്ദുക്കളിൽ. ആ പാട്ടിൽ തന്നെ അർത്ഥമുണ്ട്. ജബ്സെ പ്യാര ഈശുവായ മേര ജീവൻ ബദൽകയ. അവരെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അവസാനം ഞാൻ എഴുന്നേറ്റ് നിന്ന് ആത്മാവിന് നിറവോട് ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു. ഞാൻ നോക്കി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രി ഇരുന്ന് കരയുന്നു, കണ്ണിൽ കൂടെ വെള്ളം വരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ വചനം ക്രിയ ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവസാനം പ്രസംഗം കഴിഞ്ഞ് ഓൾട്ടർ കോഡ് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഓൾട്ടർ കോഡ് കൊടുത്തു. ആദ്യം ചാടി എഴുന്നേറ്റു, കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തു. ദൈവത്തിൻ്റെ പൗലോസിനെ പിടിച്ച പോലെ പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് വലിയ സന്തോഷമാണ്. എല്ലാ ബുധനാഴ്ച ഒരു വർഷം ഈ ആത്മാവിന് വേണ്ടി 70 കിലോമീറ്റർ ഗാസിബായി ഞാൻ അവിടെ. ആത്മാവിൻ്റെ വില എനിക്ക് മനസ്സിലായി. സർവ്വലോകത്തിൻ്റെ വിലയേക്കാളും വലിയ ആത്മാവിൻ്റെ വില. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാൽ അവൻ്റെ ആത്മാവിൻ്റെ നഷ്ടം എന്ത് പ്രയോജനം? അങ്ങനെ അവന് ഞാൻ അഡ്രസ്സ് കൊടുത്തു. എല്ലാ ശനിയാഴ്ചയും ധൻകൂറിൽ നിന്ന് 70 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ വരും. ഗാസിബാദ് വരും. ഞങ്ങളുടെ വീട്ടിൽ താമസിക്കും. വൈകിട്ടത്തെ യോഗം കൂടും. സഭായോഗം കഴിഞ്ഞ് ഊണും കഴിഞ്ഞും വീണ്ടും തിരിച്ചു. ഈ ഒരു ആത്മാവിന് വേണ്ടി എല്ലാ ബുധനാഴ്ചയും ഞാൻ അവൻ്റെ വീട്ടിൽ പോവും. 4 മണിക്ക് പോയി അവിടെ മീറ്റിംഗ് നടത്തും. 6 മണിക്കുള്ള ലാസ്റ്റ് ബസ്സിൽ കയറി ബിലാസ്പൂരിൽ ഇറങ്ങും. അവിടുന്ന് 10 കിലോമീറ്റർ ആകില്ല. അവിടുന്ന് പിന്നെ പിറ്റേ ദിവസം കാശുവ. അങ്ങനെയായിരുന്നു. ഒരു വർഷം കഴിഞ്ഞ് ഞാൻ പാസ്റ്റർ കെ ടി തോമസിനെ ഇവൻ്റെ സ്നാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. കെ ടി തോമസിനെ കൊണ്ട് എൻ്റെ ആ മനുഷ്യ ആദ്യം വന്ന് ഹിന്ദു കൺവേർട്ട് ആയതുകൊണ്ട് പാസ്റ്റർ കെ ടി തോമസിനെ കൊണ്ട് ഹിണ്ടൻ നദിയിൽ സ്നാനം കഴിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. വലിയ സന്തോഷമായി. അവനും വലിയ സന്തോഷമായി. അതിനുശേഷം ആ ഭാഗത്തുനിന്ന് പലരെയും സ്നാനപ്പെടുത്തുവാനുള്ള സാവകാശം ദൈവം. ഒരു മുസ്ലിം ബ്രദറിനെ സ്നാനപ്പെടുത്തി. അദ്ദേഹത്തെ പക്ഷേ അടുത്ത കാലത്ത് അവരുടെ ആൾക്കാർ കൊന്നുകളഞ്ഞെന്ന് ഞാൻ കേട്ടു. ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടുന്ന് പലരും ദൈവഭാഗത്ത് കടന്നു വരുവാനിടയായി. അത് കഴിഞ്ഞ് വലിയ പ്രതികൂലങ്ങളുണ്ടായി. പിന്നെ ഇവൻ്റെ കുടുംബം അതിനുശേഷം സ്നാനപ്പെട്ടതിന് ശേഷം ഞാൻ രാജസ്ഥാനിൽ ജയ്പൂരിൽ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ കൺവെൻഷൻ കൊണ്ടുപോയി. അന്ന് ഡോക്ടർ മുരളീധരായിരുന്നു പ്രാസംഗികൻ. വെളുപ്പിലത്തെ 5 മണിക്കത്തെ പ്രാർത്ഥനയ്ക്ക് പാസ്റ്റർ മാങ്ങാനം ജോസഫായിരുന്നു. ആ ശാസ്ത്രിയെ ഞാൻ കൊണ്ടുപോയി. ആ വെളുപ്പിലത്തെ പ്രാർത്ഥനയ്ക്ക് മാങ്ങാനം ജോസഫിൻ്റെ ആ ശിശുത്താൻ അഭിഷേകം പ്രാപിച്ചു. ഞാൻ തോമാച്ചാണ്ട് പറഞ്ഞു, അച്ഛാ നമുക്ക് ഇനിയും ബൈബിൾ സ്കൂളിൽ വിട്ടു. ആട്ട് സാമ്പുട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ബൈബിൾ സ്കൂളിൽ വിട്ടു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ വലിയ അടുത്തൊരു പണക്കാരൻ. അദ്ദേഹം ഒത്തിരി ശല്യം ചെയ്തു. ഇഷ്ടിയൊക്കെ വലിച്ച് നടുമുറ്റത്തോട്ട് കയറി ഈ കുഞ്ഞുങ്ങളും ഭാര്യയൊക്കെ കരയും. ഒരിക്കൽ ഇവരുടെ നടുമുറ്റത്തുള്ള കതക് തുറന്നപ്പോൾ ഈ ധനവാൻ ഒരു വലിയ മുളം കമ്പ് കൊണ്ട് ഇവരെ അടിക്കാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പെട്ടെന്ന് അവർ കഥ അടച്ചു. അതുകൊണ്ട് അടി കൊണ്ടില്ല. അപ്പോൾ അതിനുശേഷം അവർ പിറ്റേ ദിവസം ഈ സ്ത്രീ 4 കുഞ്ഞുങ്ങളെ കൊണ്ട് ഗാസിബാദി വന്നു. അവർക്ക് ഞങ്ങളുടെ വീടറിയാം. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചെന്ന്. ഞാൻ പറഞ്ഞു പേടിക്കേണ്ട, നിങ്ങൾക്ക് ഇവിടെ അടുത്ത് ആരെങ്കിലും പരിചയമുണ്ടോ? അപ്പോൾ പറഞ്ഞു എൻ്റെ ശാസ്ത്രിയുടെ ഒരു പെങ്ങൾ ഇവിടെ പിലക്കുക. അവിടുന്ന് ഒരു ഗാസി 30 മൈൽ അകലെ ഹാപ്പൂറിന് പോകുന്ന വഴി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോകാൻ അറിയാമോ? അവർക്ക് അങ്ങോട്ടുള്ള യാത്രക്കൂലിയൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടു. അപ്പോൾ ശാസ്ത്രി ഇതറിയാതെ വെള്ളിയാഴ്ച തോമാച്ചാനോട് പറഞ്ഞു എൻ്റെ മനസ്സിലൊരു ഭാരം, വീട്ടിൽ എന്തോ സംഭവിക്കുന്നു. അങ്ങനെ തോമാച്ചാനോട് ചോദിച്ചിട്ട് അവൻ വന്നു. അവിടെ ചെല്ലുമ്പോൾ വീടെല്ലാം അടച്ചിട്ടിരിക്കുക. ആരോ പറഞ്ഞു ഇതുപോലെ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ ഗാസിബാദി വന്നു. ഇപ്പം അവൻ വിചാരിച്ച് ഞങ്ങളുടെ അവിടെ കാണുന്നു. ഞാൻ പറഞ്ഞു പേടിക്കേണ്ട, പിലക്കവായി നിൻ്റെ സിസ്റ്ററിൻ്റെ അടുക്ക് പോയി ഞാൻ വിട്ടിട്ടുണ്ട്. അങ്ങനെ അവനെയും പ്രാർത്ഥിച്ചു വിട്ടു, ആശ്വസിപ്പിച്ചു. അങ്ങനെ ആ പിലക്കുവായിൽ ഇവൻ പോയി അവിടെ കുറച്ചാൾ താമസിച്ചു. അവിടെ ഒരു വേല തുടങ്ങി 30 കിലോ അവിടെ. അതിനുശേഷം ഞാൻ അവിടെയൊക്കെ പോകുമായിരുന്നു. ഞാനും പാസ്റ്റർ കെ ടി തോമസും കെ ജി ശ്യാമിൽ ഞങ്ങൾ അവിടെ പോയി ഒരു കൺവെൻഷൻ നടത്തി. അവിടുന്ന് അതിന് മുമ്പ് ചിലരൊക്കെ മുൻപോട്ട് വന്നു. ഒരു 9 പേരെ. പാസ്റ്റർ കെ ജോയി അന്ന് സെൻട്രൽ ഡിസ്ട്രിക്റ്റിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഈ പല റീജിയൻ തിരിയുന്നതിന് മുമ്പ് 93 മുമ്പുള്ള കാര്യം. അദ്ദേഹത്തെ കൊണ്ട് സ്നാനപ്പെടുത്തി. പിന്നെ അവിടെ ഒരു പിലക്കുവായിൽ ഒരു പഴയ മെതോഡിസ്റ്റ് ചർച്ചിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞു കിടന്നു. അതിൻ്റെ മുൻപിൽ ഞാനും ശാസ്ത്രിയും കൂടെ നിന്ന് പരസ്യവും നടത്തി. അപ്പോൾ ആ ചർച്ചുകാർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ബിൽഡിങ് തരാം, പൊളിഞ്ഞു കിടക്കുക മേളെല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞു എഴുതി തരാമെങ്കിൽ ഞങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞു ശരിയായി കഴിയുമ്പോൾ ഞങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ പ്രശ്നമാകും. അതിനവർ സമ്മതിച്ചില്ല. പക്ഷേ ഞങ്ങളവിടെ നിന്ന് പരസ്യവും നടത്തി ഞങ്ങൾ പോയി. ഞാനിങ്ങും അമേരിക്ക വന്നതിന് ശേഷമൊക്കെ പിന്നീട് അവിടെ മോഡിനാരത്തിൻ്റെ കർത്താവദാസൻ പോയി ആ സ്ഥലമൊക്കെ ഒരു വിലയ്ക്ക് മേടിക്കുന്ന അവിടെ നല്ല ചർച്ചുണ്ട്, ബിൽഡിങ്ങും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മൾ കാലുകുത്തുന്ന ദൈവനാമത്തിന് അവകാശപ്പെട്ട് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം തരും. അങ്ങനെ ആ 7 വർഷക്കാലം 7 ഔട്ട്സ്റ്റേഷൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഡൽഹിയിലെ ദിൽഷാദ് കാരണം പറഞ്ഞു അവിടെയൊക്കെ പോയി സമുദായക്കാരുടെ വീടുകൾ ഒന്നിച്ചൊരു കൂട്ടായ്മയാണ് ഞാൻ നടത്തിക്കൊണ്ടു. അങ്ങനെ അവിടെ ഒരു സഭയായി.
പിന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പോകും. അവിടെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പഠിക്കാൻ വരുന്ന പിള്ളേരുണ്ടായിരുന്നു. അതുപോലെ അവിടുത്തെ IOSപിലെ ഒരു മേട്ടൻ തങ്കമ്മയുടെ ഒരു മോനോടെ പഠിക്കുന്നുണ്ടായിരുന്നു BComന്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇവരെയൊക്കെ കണ്ടു. ഒരിക്കൽ ഞാൻ ശാസ്ത്രിയെ അവിടെ കൊണ്ടുപോയി. അപ്പോൾ ഉറുദു ഒക്കെ നല്ലവണ്ണം അറിയാൻ ശാസ്ത്രിക്ക്, പണ്ഡിതല്ലേ. മുസ്ലിംസിനോടൊക്കെ അവരുടെ ഖുറാനിലുള്ള ഈശോ നബിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ശാസ്ത്രി പറഞ്ഞു കൊടുക്കും. അതുപോലെ ഋഗ്വേദത്തിലെ പ്രജാപതി യാഗത്തെക്കുറിച്ചൊക്കെ ശാസ്ത്രി എക്സ്പ്ലെയിൻ ചെയ്യും. പ്രജകൾക്ക് വേണ്ടി യാഗമായത് ക്രിസ്തുവാ, വേറെ ആരുമല്ലെന്ന് പറഞ്ഞ് ഹിന്ദുക്കളൊക്കെ വാവ് അടച്ചു വെക്കുമായിരുന്നു. അതുപോലെ പണ്ഡിതാവൻ, എല്ലാം നല്ല നോളജായിരുന്നു. ബൈബിൾ നല്ലോണം കാണാതാണ് പ്രസംഗിക്കുന്നത്. ഇപ്പോഴും പ്രീസ്റ്റർ ഇപ്പോൾ ഉത്തരകാണ്ടി കർത്താവിൻ്റെ ദാസൻ വേല ചെയ്യുക. പ്രീസ്റ്റർ ലോഡ് പ്രിയമുള്ളവർ നോക്കണേ. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം പോയി. അലിഗഡിൽ അങ്ങനെ ഒരു IOSപിലെ മേട്ടൻ്റെ വീട്ടിൽ ഒരു കൂടിവരവ് തുടങ്ങി. ഇന്ന് ഒക്കലമാലുള്ള പാസ്റ്റർ KS മാത്തുക്കുട്ടി, പിന്നെ ഡൽഹി ഇപ്പോൾ IPCNRൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ ഷാമുൽ ജോൺ, പുള്ളി ഇപ്പോൾ സുഖമില്ലാതെ ന്യൂയോർക്കിലായിരിക്കുന്നു. പുള്ളി അന്ന് IIT പഠിച്ചുകൊണ്ടിരിക്കുക, കമ്പ്യൂട്ടർ സയൻസൊക്കെ. ഇവരെയൊക്കെ ഞാൻ കൊണ്ടുപോയി. ആ മേട്ടൻ്റെ ഹസ്ബൻഡ് ഒരു മുസ്ലിം അഡ്വക്കേറ്റ് ആയിരുന്നു. അദ്ദേഹം എവിടെയോ പോയ സമയത്താണ് അവിടെ ഒരു മീറ്റിംഗ്, അല്ലെങ്കിൽ സമ്മതിക്കത്തില്ല. അദ്ദേഹം അഡ്വക്കേറ്റ്, അയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഈ തങ്കമ്മ സിസ്റ്റർ പറഞ്ഞു അദ്ദേഹം വരുന്നതിന് മുമ്പ് മീറ്റിംഗ് തീർക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വരുന്നതിന് മുമ്പ് മീറ്റിംഗ് തീർത്തി ഞങ്ങൾ അവിടുന്ന് സ്ഥലം വിട്ടു. പിന്നെ അവിടെ OM ടീമിലുണ്ടായിരുന്നു ജോൺസൺ എന്ന് പറഞ്ഞൊരു ബ്രദറിനെ ഞങ്ങൾ അവിടെ ആക്കി. അങ്ങനെ 7 അവശേഷം തുടങ്ങി 7 ആത്മാക്കളൊക്കെ വന്ന് ഒരു പാഷയാക്കും. അങ്ങനെ ഞാൻ പിന്നെ പൊതുശിഷ്യയിൽ കയറി. 7 വർഷം ഗാസിവാദ് സഭയിലിരുന്നു. പിന്നെ 7 വർഷം പൊതുശിഷ്യായിരുന്നു. 93 മുതൽ 95 വരെ IPC നോർത്തേൺ റീജിയൻ്റെ ഇവാഞ്ചലിസ്റ്റ് ഡയറക്ടർ എന്നൊരു പോസ്റ്റ്, അതും ആദ്യമായിട്ടോ തുടങ്ങി. അതും എനിക്കാ തന്നെ പ്രീസ്റ്ററോട്. അതൊക്കെ ആ വലിയവരെ യോനാച്ചൻ്റെ പ്രവചനം നിറവേറാൻ ഈ ജനറൽ മിനിസ്റ്റർ ലഭിച്ചു. ഒരു ലോക്കൽ സഭയിലിരുന്നാൽ നമുക്ക് അതിൻ്റെ പരിസരങ്ങൾ മാത്രമേ പോകാൻ ഒക്കത്തുള്ളൂ. അങ്ങനെ രാജസ്ഥാനിലും UPയിലും ഹരിയാനയിലും പഞ്ചാബിലും കാശ്മീരിലും മധ്യപ്രദേശും അങ്ങനെ അങ്ങ് ആസാം വരെ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും നേപ്പാളിലൊക്കെ പോകുവാൻ കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഇടയാക്കി. ഞാൻ രുദ്രാപൂരിലൊക്കെ പോയി. അതിന് ശേഷം TT ജോസഫ് ബഹ്റൻ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു 4-5 വർക്കേഴ്സിന്. അപ്പോൾ അതിന് താങ്ക്സ് ലെറ്ററൊക്കെ ഞാനായിരുന്നു അയക്കുന്നത്, ഞാൻ അവിടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു തോമസ് വന്ന് ഇവിടെ സ്നാനപ്പെട്ടു. രുദ്രാപൂരിലെ പന്ത്നഗർ യൂണിവേഴ്സിറ്റിയിലെ ആണ് അദ്ദേഹത്തിൻ്റെ വൈഫ് നേഴ്സ്. അദ്ദേഹം ഇവിടുന്ന് സ്നാനം കഴിച്ച് തിരിച്ചു പോയി. അവർക്ക് അവിടെ ഹിന്ദി അറിയാവുന്നൊരു ഭാഷ വേണമെന്നു. അപ്പോൾ ശാസ്ത്രി ബൈബിൾ സ്കൂളിലേക്ക് പഠിത്തമെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയം. അപ്പോൾ തോമാച്ചാനോട് ചാരെ വിടണം. ഞാൻ പറഞ്ഞു ശാസ്ത്രി വിടും. ടട്ട അങ്ങനെ തന്നെ. നോക്കണേ, ബഹറിൽ നിന്ന് കത്ത് വന്നു. ഞാനത് വായിച്ചിട്ട് അച്ഛനോട് പറയുമ്പം അച്ഛൻ പറഞ്ഞു ആരെ വിടണം. ഞാൻ പറഞ്ഞു ശാസ്ത്രി. അങ്ങനെ ശാസ്ത്രിയെ രുദ്രാപൂരിലേക്ക് വിട്ടു. ആ കർത്താവിൻ്റെ ദാസൻ അവിടെ ചെന്നിട്ട് അനുഗ്രഹിക്കപ്പെട്ട ശിക്ഷ 90 കിലോമീറ്ററൊക്കെ ദൂരെയൊക്കെ പോയി. ഒരിക്കലും അവിടെ ഒരു കൺവെൻഷൻ നടന്നപ്പോൾ ഞാനൊരു വലിയ പ്രായം ചെന്ന ഒരു മാതാജി വന്നു. ഞാൻ ചോദിച്ചു എവിടെ നിന്ന്? അപ്പോൾ പറഞ്ഞു ഇവിടുന്ന് ഒരു 90 കിലോമീറ്റർ അകലെയാ. ഞാൻ പറഞ്ഞു അവിടെ ആരാ സുവിശേഷം അറിയിക്കാൻ ആദ്യം വന്നത്? ആരും വന്നിട്ടല്ലേ ഈ ശാസ്ത്രി എന്ന് പറഞ്ഞു ആദ്യമായിട്ട്. നോക്കണേ, കാട്ടിൽ കൂടെയൊക്കെ പുലിയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെയാ ദൈവത്തിൽ ആശ്രയിച്ച് താൻ പോയി അവിടെ എല്ലാം വേല ചെയ്തു. അനേക സ്ഥലങ്ങളിൽ അവിടെയൊക്കെ ഉള്ളവരെ പോയി സ്നാനപ്പെടുത്തുവാനൊക്കെ എനിക്കിടയായി. ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദി ഉണ്ട്. ഒരു ദിവസം ഫ്ലാഷ് ഫ്ലഡൊക്കെ വന്നു. എങ്കിലും ഞങ്ങൾ ആ വെള്ളം ഒഴുകി പോകുന്നവരെ നിന്നു. 3 ജനറേഷനുള്ള ഒരു നരോത്തറാം അദ്ദേഹത്തിൻ്റെ മോള്, അവരുടെ മോള്, 3 ജനറേഷനുള്ള ഒരു പ്രാവശ്യം 10-23 പേര് സ്നാനപ്പെട്ടു. അങ്ങനെ ഒരുപാട് പ്രാവശ്യം. ഒരു പ്രാവശ്യം ഞാൻ ശാസ്ത്രി അന്ന് വലിയ പ്രതികൂലം കടന്നു പോവുകയാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ കൊല്ലാൻ ആരാണ്ട് പാലിനകത്ത് വിഷം കൊടുത്തു. അദ്ദേഹത്തിനെ കമ്പിവടിക്ക് അടിച്ചു. പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യമൊക്കെ സമയങ്ങളിൽ പോകുമ്പോൾ ഒന്നുമില്ല, ഫ്രിഡ്ജ് ഒന്നുമില്ല താമസിക്കുന്നിടത്ത്. ഞാനവിടെ പോയാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഒരു മാങ്ങപ്പഴം കൊണ്ട് നിന്നിട്ടുണ്ട് ഒരു ദിവസം മുഴുവൻ. ഞങ്ങൾ പോവും, ഈ ട്രോളിയിലൊക്കെ ചൂടത്ത് വെളിയിൽ വയ്ക്കുന്ന മാങ്ങയല്ലേ, അപ്പോൾ ഫ്രിഡ്ജിലൊന്നുമില്ല, ചൂടാ. അദ്ദേഹം കൊണ്ടുവന്ന് ഈ ഇരുമ്പ് തൊട്ടിയുണ്ട്, അതിനകത്ത് വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിനകത്തിട്ട് അത് തണുപ്പിച്ച് ആ മാങ്ങയൊക്കെ തിന്നോട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുമായിരുന്നു. ഞാൻ ഓർക്കുന്നു. പിന്നെ രാത്രി 3 മണിക്കൊക്കെ ഞാൻ അവിടെ നിന്ന് വന്ന് വീട്ടിൽ വരുന്നിട്ടാണ് ചിലപ്പം ആഹാരമൊക്കെ കഴിക്കുന്നത്. ഞാൻ ഒന്നും പറയല്ല. ആ കർത്താവിൻ്റെ ദാസൻ്റെ കൂടെ ഞാനും പലയിടങ്ങളിൽ പോയി. രുദ്രാപൂരിൽ, നൈനിത്താൾ, അതുപോലെ റാംപൂർ, പല സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് ഇടയായി. ആ കർത്താവിൻ്റെ ദാസന് ഒരുപാട് പ്രതികൂലങ്ങളൊക്കെ വന്നു. പാലിൽ വിഷം കൊടുത്ത് കൊല്ലാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ എങ്ങും കൊണ്ടുപോകണ്ട, ഗാസിബാദ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അപ്പോൾ ആലീസ് അവിടെ OTയിലെ സ്റ്റാഫാണ്, ഇൻചാർജാണ്. എൻ്റെ ബായി ബഹനും അവിടെ ഉണ്ട്, അവിടെ കൊണ്ടുപോയി മതി പറഞ്ഞു. ആ രുദ്രാപൂരിൽ നിന്ന് അനേക മണിക്കൂറുകൾ വണ്ടി പിടിച്ച് ഗാസിബാദ് കൊണ്ടുവന്ന് ഞാൻ എമർജൻസി കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ ശർമ്മ പറഞ്ഞു 24 മണിക്കൂറിനകം ഒന്നും പറയാനൊക്കത്തില്ലെന്ന് പറഞ്ഞു.
ഞാൻ തലയ്ക്ക് നിന്നു, ആലീസ് എൻ്റെ വൈഫ് കാൽക്കൽ നിന്ന് ഞങ്ങൾ ഈ രാത്രി മുഴുവൻ നിന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ രീതിയിൽ ദൈവം തന്നെ വിടുവിച്ചു. പ്രൈസ് മരണത്തിൽ നിന്ന്. പ്രൈസ് ലോർഡ്. അതുപോലെ അനേക സംഭവങ്ങൾ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. എൻ്റെ വൈഫിനും അതുപോലെ പെൻസിലിന് റിയാക്ഷനായി അതുപോലെ ആ എമർജൻസിയിൽ അവർ 5 ഡോക്ടേഴ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പിള്ളയുണ്ട്, അദ്ദേഹമായിരുന്നു OT-യുടെ സർജൻ. ബ്രെയിൻ വരെ ചെന്നു ഈ പെൻസിലിൻ റിയാക്ഷൻ. അപ്പോൾ ഞാൻ ഡൽഹിയിലാണ്, ഓഫീസിലാണ്. മേട്ടൻ വിളിച്ചു പറഞ്ഞു, ഞാൻ പെട്ടെന്ന് സ്കൂട്ടറിൽ അവിടെ നിന്ന് ഗ്രിംപാർക്കിൽ നിന്ന് എത്രയോ സ്പീഡിലാണ് വന്നു. ഞാൻ വരുമ്പോൾ ഇങ്ങനെ ഡോക്ടേഴ്സ് എല്ലാം നിൽപ്പുണ്ട് എമർജൻസി റൂമിൽ. അപ്പോൾ സംഗതി ഇങ്ങനെ അവർ വലിയ ഹോപ്പില്ല. ഞാനപ്പം ആലിസിന് ഞാൻ പറഞ്ഞു, കേൾക്കാം, ഞാൻ കേൾക്കാം. ഞാൻ പറഞ്ഞു യേശു രക്തത്തിൽ ആശ്രയിക്കാൻ പറഞ്ഞു. രക്തത്തിൽ ആശ്രയിച്ചു. ഞാൻ അവരെല്ലാം നിൽക്കുമ്പോൾ തലയിലോട്ട് കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വൊമിറ്റ് ചെയ്തു. അത് മുഴുവൻ പോയി. അപ്പോൾ തെളിഞ്ഞു. അപ്പോഴും അവർ പറഞ്ഞു അത്ഭുതമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്നെ അനേക ഡോക്ടേഴ്സുണ്ട്, സ്റ്റാഫൊക്കെ ഉണ്ട്. കർത്താവ് അത്ഭുതം കൊടുത്തു. ആ പെൻസിൽ റിയാക്ഷൻ കൂടെ പോകേണ്ടതായിരുന്നു. എന്നാൽ ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് മക്കളുണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് ആലിസിൻ്റെ യൂട്രസിന് പ്രോബ്ലം എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. ആദ്യത്തെ ഒരു ആൺകുഞ്ഞിനെ തന്നു, പിന്നെ 2 പെൺകുട്ടികളെ തന്നു. അവർ ടീനേജേഴ്സൊക്കെ ആയിരിക്കുമ്പോഴാണ് ഞങ്ങൾ അമേരിക്കയിൽ വരുന്നത്. ഹല്ലേലൂയ. അവർക്ക് വേണ്ടിയൊക്കെയും ദൈവം വഴികൾ വാതിൽ വരും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളെല്ലാം ഡാളസിലായിരിക്കുന്ന ഇവിടെ വന്നു. ഹല്ലേലൂയ. 95-ലെ ഡൽഹിയിലെ കൺവെൻഷന് അനുഗ്രഹമായ രീതിയിൽ എനിക്ക് യാത്രയപ്പ് തന്നു. അതുപോലൊരു യാത്രയെ പാർക്കൂടെ കൊടുത്തിട്ടില്ല. എനിക്ക് ഒരു മൊമെൻറ്റോയൊക്കെ അവർ ഉണ്ടാക്കി, അതുപോലൊരു ആർക്കും കൊടുത്തിട്ടില്ല. പ്രൈസ് ലോർഡ്. എല്ലാ കാര്യങ്ങളും അതിൽ എഴുതി. അന്ന് NK വർഗീസായിരുന്നു സെക്രട്ടറി. തോമാച്ചാന് എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതുപോലൊരു യാത്രയെ പാർക്കും കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. പ്രൈസ്. അതുപോലെ പിന്നെ ഒരു മൊമെൻറ്റോ ഒക്കെ BNB പിന്നെ കുമ്മനാടുകാർക്ക് കൊടുത്തായിരുന്നു. ഞാനതൊക്കെ കണ്ടു. പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ നോക്കണേ, പലരും എന്നോട് അന്ന് പറയായിരുന്നു BNB പിന്നെ ഒരു കട്ടണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി ആലിസിൻ്റെ അമ്മാച്ചൻ പറയുമായിരുന്നു. പിന്നെ വേറെ 1-2 പേരൊക്കെ പറയും. ആദ്യം എന്നാലും പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞില്ല, അവരൊക്കെ എന്ത് ശ്രേഷ്ഠന്മാരായിരുന്നു. നമ്മൾ അവരുടെ ഒന്നും മുമ്പിൽ ഒന്നുമില്ല. എന്നാൽ ദൈവം അനേക ആത്മാക്കളെ നേടുക. അനേക സർദാർജിമാരെ ആ രാംപൂറിലൊക്കെ ഒരു ട്യൂബ്വെൽ, പാടത്തിൻ്റെ അടുക്കുള്ള ട്യൂബ്വെല്ലിൽ ഒരു ചെറിയ 2 പേർക്ക് ജസ്റ്റ് നിൽക്കാനുള്ള സ്ഥലമുള്ള അവിടെയൊക്കെ പോയി സർദാർജിമാരെയൊക്കെ സ്നാനപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി. പ്രൈസ് ലോർഡ്. അങ്ങനെ ദൈവം 95 വരെ വടക്കിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പോകുവാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നു. നേപ്പാളിലൊക്കെ 10 കിലോമീറ്റർ നടന്നു പോയിട്ടുണ്ട് ഒരു സഭയിലൊക്കെ പോകാൻ. ഇങ്ങോട്ടും 20 കിലോമീറ്ററൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ ദൈവം തന്ന ശുശ്രൂഷയൊക്കെ ചെയ്തു. അങ്ങനെ 95 വന്നു. ഇവിടെ വന്ന സമയത്ത് ഫ്ലോറിഡയിലേക്ക് എന്നെ വിളിച്ചു. എന്നെ പരിചയമില്ലാത്തവരാരോ പറഞ്ഞ് ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന്. പക്ഷേ അപ്പം മക്കൾ ഇവിടെ വന്ന് നവംബറിൽ സ്കൂൾ തുടങ്ങിയതേ ഉള്ളൂ. ഓഗസ്റ്റിലാണ് സ്കൂൾ തുടങ്ങുന്നത്. അപ്പോൾ ലേറ്റായി പോയി. പിന്നെ അങ്ങോട്ട് ഉടനെ ഫ്ലോറിഡയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ലേറ്റ് ആവും. അതുകൊണ്ട് പിന്നെ പിള്ളേരെല്ലാവരും കൂടെ നിർബന്ധിച്ച് കസിൻസ് എല്ലാവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ 2 ദിവസം പോയി ശുശ്രൂഷിച്ചു. അവർ എന്നോടാവുന്ന നിർബന്ധിച്ചത് പാസ്റ്റർ ചാർജ് എടുത്തിട്ട് പോകണം. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്നിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു പോയിരുന്നു. പക്ഷേ ഇവിടെ പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നെ അവർ വേറൊരാളെ 2 മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് വേറൊരാളെ ആക്കി. പിന്നെ ഉടനെ തന്നെ വന്നപ്പോൾ ഇവർ IPL എന്നെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. 7 വർഷക്കാലം അവിടെ ശുശ്രൂഷിച്ചു. അനേക സ്ഥലങ്ങൾ ഈ ഡാളസിൻ്റെ ഫോർട്ട് വർത്ത് ഏരിയ പല സ്ഥലങ്ങളിലും വണ്ടി ഓടിച്ച് അനേക ഇവിടെ ഹിന്ദുക്കളുടെയൊക്കെയും വീട്ടിൽ പോയി പ്രാർത്ഥിപ്പാൻ സമുദായക്കാരും ഒക്കെയും പല രക്ഷയിലേക്ക് കടന്നു വരുവാനൊക്കെ ഇടയായി. 10-13 പേരെയൊക്കെയും സ്നാനപ്പെടുത്തുവാൻ ഇടയാക്കി. അതിനുശേഷം 7 വർഷം അവിടെയും കഴിഞ്ഞു. അതിനുശേഷം വേറൊരു ചർച്ച തുടങ്ങി. ഹല്ലേലൂയ. അവിടെയും ഹല്ലേലൂയ ഏകദേശം 7 വർഷം ശുശ്രൂഷിച്ചു. പിന്നെ യൂത്ത് പാസ്റ്റർ ഏൽപ്പിച്ചു. പിന്നെ ഇപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫോർട്ട് വർത്തിൽ നിന്ന് ലൂയിസ്വില്ലോട്ട് താമസം മാറ്റിയപ്പോൾ അടുത്ത ഒരു ഷാരോൻ ചർച്ചിലാണ് ഇപ്പോൾ പോകുന്നത്. ഹാർവസ്റ്റ് ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസഫിനോട് ചേർന്ന് ശുശ്രൂഷിക്കുന്നു. അതുകൂടാതെ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം 3 ഭാഷയിലുള്ള പ്രയർ ലൈനുകൾ പലതുണ്ട്. ഡാളസ് പ്രയർ ലൈനുണ്ട്. എല്ലാ ബുധനാഴ്ച ഹിന്ദി, രാജസ്ഥാനിൽ നിന്നും ബീഹാറിൽ നിന്നും ഗുജറാത്തിൽ ഇവിടെ നിന്നൊക്കെ ധാരാളം പേരെ കയറുന്നുണ്ട്. അതുപോലെ ബോസ്റ്റൺ പ്രയർ ലൈനിൽ അവിടെയും ബുധനാഴ്ച ഹിന്ദി, പിന്നെ ബുധനാഴ്ച രാവിലെ മലയാളം, ഞായറാഴ്ച രാവിലെ വെളുപ്പിന് 5 മണിക്ക് വർഷിപ്പ് ആൻഡ് മെസ്സേജ്. അങ്ങനെ അതുപോലെ പല പ്രയർ ലൈനുകളുണ്ട്. ഡാളസ് പ്രയർ ലൈൻ, മെറിഡിൻ, പല പ്രയർ ലൈനുകളിൽ മിക്കവാറും ദിവസങ്ങളിൽ ശുശ്രൂഷയുണ്ട്. വെളുപ്പിന് 5 മുതൽ രാത്രി 10 മണി വരെയും ശുശ്രൂഷ ചെയ്യുന്നു. ചർച്ചിലെ ശുശ്രൂഷകളും ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സഭാ ചാർജ് പിന്നെ എടുത്തില്ല. അതിനിടയ്ക്ക് വാഷിങ്ടൺ, സിയാറ്റിൽ ഒരു സഭയിൽ അവർക്ക് 3 ഭാഷ അറിയുന്നൊരു ഭാഷ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി
അവിടെയും പഞ്ചാബികളും മറ്റ് പല ഹിന്ദിക്കാരൊക്കെയും രക്ഷയിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. അവിടെയും ശിക്ഷിച്ചു. ഞാൻ 1 വർഷത്തേക്കെന്ന് പറഞ്ഞാൽ പോയെ. എനിക്കത് കഴിഞ്ഞിട്ട് വടക്കേ ഇന്ത്യയിലൊക്കെ പോകണമായിരുന്നു. അങ്ങനെ അവർ നിർബന്ധിച്ച് അങ്ങനെ പോയി. 1 വർഷം കുറച്ച് നാൾ കൂടെ അവിടെ അവിടുത്തെ വെസ്റ്റേൺ കോൺഫറൻസ് തീരുന്നവരെ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അന്ന് പാസ്റ്റർ TS എബ്രഹാമിൻ്റെ വൈഫിൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് TH ചെറിയാച്ചാനും ഞാനും കൂടാണ് തിരുവത്താഴമൊക്കെ നടത്തി. അത് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചിങ്ങ് പോരുന്നു. പ്രൈസ് ലോ. അതിനുശേഷം വടക്കേ ഇന്ത്യയിലൊക്കെ പോയി പല സ്ഥലങ്ങളിലൊക്കെയും പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും വിളിക്കുന്നുണ്ട്, പക്ഷേ പ്രായം അനുവദിക്കുന്നില്ല. വടക്കേ ഇന്ത്യയിൽ എൻ്റെ മിനിസ്ട്രി കൂടെ വന്ന് അനേക പ്രിയപ്പെട്ടവർ ആ സഭയിലുണ്ടായിരുന്നവർ പലരും പാസ്റ്റർമാരാണ്. പ്രത്യേകിച്ച് ശാസ്ത്രി ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ പ്രവർത്തിക്കുന്നു, അനേക ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു സഭയോടെ ഉണ്ട്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ നിർബന്ധിച്ചു പോയി, തീർച്ചയായിട്ടും ഇവിടെ വന്നേച്ച് പോകാം, എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ശരീരസ്ഥിതിയൊക്കെ അനുവദിക്കുന്നുവെങ്കിൽ വരാമെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സുണ്ട്. പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെ ഇവിടെയും വന്ന് 2 ചർച്ചിൽ 7 വർഷം, പിന്നെ വാഷിംഗ്ടൺ സിയാറ്റിൽ ഇപ്പോഴും ശുശ്രൂഷയുണ്ട്. ഹല്ലേലൂയ. ദൈവം സഹായിച്ച് പല ട്രാക്സ് കൊടുക്കാനൊക്കെ പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് പോകുന്നിടത്തൊക്കെയും പല ഭാഷക്കാരും ലോകത്തിൻ്റെ പല രാജ്യക്കാർ ഇവിടെ ഉണ്ടല്ലോ. അപ്പം ലോകത്തിൽ അവിടെയെങ്കിലും പോകാൻ പറ്റിയില്ലെങ്കിലും അവരെയൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അങ്ങനെ ദൈവം തന്നെ നിശ്ചയം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മക്കളും വൈഫൊക്കെയാണ് എൻ്റെ വേലയിൽ വളരെയധികം സഹായമായിരുന്നു. ഹല്ലേലൂയ. അതിൻ്റെ വേലയ്ക്ക് വലിയ പ്രയോജനമായിരുന്നു. അതുപോലെ കാശുപാലൊക്കെ ആയിരുന്നപ്പോൾ ഞങ്ങൾ ദിവസം പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ ഓപ്പൺ എയർ മീറ്റിംഗ് ട്രാക്സ് ഡിസ്ട്രിബ്യൂഷൻ പോകും. ഹല്ലേലൂയ. മോൻ അങ്ങനെ ഇവിടെ വന്ന് ക്രൈസ്റ്റ് ഓർഗനൈസേഷനിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തു. ഹല്ലേലൂയ. ക്രിസ്ത്യൻ കോളേജ് ബൈബിൾ കോളേജിലും കുറച്ച് നാൾ പോയി. ഹല്ലേലൂയ. അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ നല്ലോണം പാട്ടൊക്കെ പാടും. ഇവിടെ ഡാളസിൽ വന്നപ്പോൾ ഇവിടുത്തെ സിറ്റി വൈഡിലെ 10 ധാരാളം സഭകളുണ്ട്. ആ സഭകളിലെ കോമ്പറ്റീഷനൊക്കെ അവർ പാട്ട് പാടി നല്ല പ്രൈസൊക്കെ മേടി. ഇപ്പോഴും അവരായിരിക്കുന്നിടത്തൊക്കെ അവരെ ദൈവം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ യദാസൻ പാസ്റ്റർ ദാനിയേൽ ജോണിനോടും ഈ അരുണ TVയോടുള്ള നന്ദി അറിയിക്കുന്നു. എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രേക്ഷകർക്കും കർത്താവിൻ്റെ വലിയ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ക്ഷമയോടുകൂടി ഇത്ര നേരം ഇരുന്നല്ലോ. പ്രൈസ് ലോർഡ്. തുടർന്ന് അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം തരുന്ന ആയുസ്സും ആരോഗ്യമെല്ലാം ദൈവരാജ്യത്തിൻ്റെ കെട്ടുവേണ്ടി വേണ്ടി പ്രയോജനപ്പെടണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഇളയ സിസ്റ്റർ പറഞ്ഞല്ലോ, കൊച്ചുമോളുടെ കല്യാണത്തിന് പോയപ്പോൾ 82 ജനുവരി 18 കല്യാണം. 17-ാം തീയതി വൈകിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥനയിൽ എഴുന്നേറ്റ് നിന്ന് മെസ്സേജ് കൊടുത്തു. അനേകരന്ന് രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. പിറ്റേ ദിവസം രാവിലെ ബോട്ടിലാണ് ഞങ്ങൾ കല്യാണത്തിന് പോകുന്നത്. ഒരു ബോട്ട് അറേഞ്ച് ചെയ്ത്, സ്പെഷ്യൽ ബോട്ട്. ആ ബോട്ടിലും കത്തോലിക്കരും മറ്റനേകരൊക്കെ ഉണ്ടായിരുന്നു. 4 പാട്ടും പാടി വചനശുശ്രൂഷ ചെയ്താണ് ഞങ്ങൾ പള്ളിപ്പാട്ട് പോയി കല്യാണത്തിൽ. പാസ്റ്റർ KK ചെറിയാനാണ് കല്യാണം നടത്തിയത്. പ്രൈസ് ലോർഡ്. അവർക്ക് കല്യാണം കഴിഞ്ഞ് പിന്നെ അവർ ഷാർജയിലായിരുന്നു. മക്കൾ ഉണ്ടാകാൻ കാത്തിരുന്നു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ കിട്ടിയതാണ് ഫെയ്ത്ത് പ്ലസ്. ഇന്ന് ആ കർത്താവിൻ്റെ ദാസനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അയച്ച ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. അങ്ങനെ എൻ്റെ 2 സഹോദരന്മാർ, മൂത്ത 2 സഹോദരന്മാരും അവരുടെ ഭാര്യമാരും മരിച്ചുപോയി. പ്രൈസ് ലോർഡ്. എൻ്റെ രണ്ടാമത്തെ സഹോദരനും കുടുംബവും ഒക്കെ എടുത്ത ചർച്ചക്കൂട്ടിൽ അവർ സ്നാനപ്പെട്ടു. അവരുടെ മക്കളൊക്കെ ഇപ്പോൾ അവിടെ പോകുന്നു. പ്രൈസ് ലോർഡ്. മറ്റേ പൂനെയിലെ മഹാരാഷ്ട്ര റീജിയൻ്റെ പ്രസിഡൻ്റായ PM ചെറിയാൻ്റെ എൽഡർ ബ്രദറാണ് എൻ്റെ നേരെ ഇളയ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്. അവരും അവിടെ കുടുംബമായിട്ട് അവർ കർത്താവിനെ സേവിക്കുന്നു. പിന്നെ ഫെയ്ത്ത് പ്ലസിൻ്റെ മാതാപിതാക്കൾ അവരും പള്ളിപ്പാട്ട്, അവർക്ക് ഒരു സഭയൊക്കെ ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലെ പലരും ഹല്ലേലൂയ ദൈവഭാഗത്തെ കടന്നു. എൻ്റെ മദർ 87-ാമത്തെ വയസ്സിലാണ് സ്നാനപ്പെടുന്നത്. ആ സ്നാനത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഡൽഹിയിൽ നിന്ന്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലൊക്കെയും അതിൻ്റെതായ അനുഗ്രഹം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ലോർഡ്. ദൈവം തരുന്ന ആയുസ്സും ആരോഗ്യവും എല്ലാം കർത്താവിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ലോർഡ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോടുകൂടി സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. നിന്റെ നിയോഗപ്രകാരം ആരംഭിച്ച ഈ അരോമ TV കർത്താവേ, നിന്റെ ദാസനിൽ കൂടി എത്രയോ അനുഗ്രഹമായ രീതിയിൽ അനേക വ്യക്തികൾ, കുടുംബങ്ങൾക്ക്, ദേശങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നു. അനേക രീതിയിൽ നടക്കുന്ന സാക്ഷ്യങ്ങൾ കേട്ട് കർത്താവേ, ഹല്ലേലൂയ, നിന്നെ അറിയുവാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നല്ലോ. തുടർന്നും ഈ TV പ്രോഗ്രാം അനുഗ്രഹമാക്കി തീർക്കണമേ. നിന്റെ ദാസനെ കർത്താവെ, കുടുംബത്തെ, പ്രവർത്തനങ്ങളെല്ലാം ധാരാളമായി നീ അനുഗ്രഹിച്ചാട്ട് കർത്താവെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഇന്ന് കർത്താവെ, അടിയൻ്റെ സാക്ഷ്യം കേട്ട എല്ലാ പ്രേക്ഷകർക്കായി സ്തോത്രം. അവരവരുടെ കുടുംബങ്ങളെ, തലമുറകളെല്ലാം അനുഗ്രഹിക്കണമേ കർത്താവെ. ലോകത്തിലെ സംഭവങ്ങളൊക്കെ നിന്റെ വരവ് വളരെ സമീപമായിരിക്കുന്നു വിളിച്ചറിയിക്കുന്ന ഈ കാലയളവിൽ ഞങ്ങളെല്ലാവരും നിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ ഇടയാക്കണമേ. ഒരു കുഞ്ഞുപോലും നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കരുതേ കർത്താവെ. കർത്താവെ, ഹല്ലേലൂയ. നീ ഞങ്ങളെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണല്ലോ കർത്താവെ. നീ ഞങ്ങളുടെ പാപക്കറകളെ കഴുകി ഞങ്ങളെ ശുദ്ധീകരിച്ച്
ദൈവമക്കളാക്കി തീർത്ത് നിത്യജീവൻ അവകാശികളാക്കി തീർത്തനായി സ്തോത്രം. ആ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് അനുദിനം ജീവിപ്പാൻ തുടർന്ന് ഞങ്ങളെ സഹായിച്ചാട്ടെ. വ്യക്തികളോട്, കുടുംബങ്ങളോട്, തലമുറകളോടൊക്കെ പോരാടുന്ന എല്ലാ അന്ധകാര ശക്തികളുടെ മേൽ ജയമെടുത്ത് ജീവിപ്പാൻ ഞങ്ങൾ ഏവരെയും ഇടയാക്കിയാട്ട് കർത്താവെ. ഞങ്ങളെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. നിന്റെ ഇഷ്ടം നിറവേറ്റിയാട്ട് കർത്താവെ. ഈ അരോമ TV പ്രവർത്തനങ്ങളെ ധാരാളമായി നീ അനുഗ്രഹിച്ചാട്ടെ. നിന്റെ ദാസനെ അനുഗ്രഹിച്ചാട്ടെ. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ. ആമേൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു അങ്കിളെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം പ്രിയ കർത്താവിൻ്റെ ദാസനെ ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനപ്രകാരം നല്ല യൗവനത്തിൽ തന്നെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവിൻ്റെ സ്നേഹവും അതിൻ്റെ മധുരിമയും രുചിച്ചറിയുവാൻ ഭാഗ്യകരമായ ഒരനുഭവം കർത്താവ് തന്നു. അനുഭവിച്ചറിയുവാനും രുചിച്ചറിയുവാനും മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടി അത് തിരിച്ചറിയുവാൻ, അവരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കി. ലഭിച്ച അവസരങ്ങളൊക്കെ വളരെ ഭംഗിയായി, ശക്തമായി, വളരെ ഉത്തരവാദിത്തത്തോടു കൂടി അത് പ്രയോജനപ്പെടുത്തി എന്നും കേൾക്കുവാൻ കഴിഞ്ഞു. ചെറുപ്പത്തിൽ തന്നെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് രംഗപ്രവേശനം ചെയ്തു. എയർഫോഴ്സിൽ ലഭിച്ച അവസരങ്ങളൊക്കെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട്, ഇവൻ സ്നാനപ്പെടുന്നതിന് മുന്നേ പോലും ആത്മീയ കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് ഒരു ക്രിസ്തീയ ജീവിതം, മാതൃകയുള്ളൊരു ജീവിതം നയിക്കുവാൻ കർത്താവ് സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അനേക ചെറുപ്പക്കാർക്ക് ലഭിക്കുന്ന അവസരങ്ങൾ അവര് മറ്റ് പലവിധമായ ഭൗമിക നന്മകൾക്കും മറ്റ് ലൗകിക സുഖങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുമ്പോൾ അവരുടെ നടുവിൽ, പ്രത്യേകിച്ച് ആ വാത്സല്യ കുടുംബത്തിൽ 8 മക്കളുണ്ടായിരുന്നതിൽ ആമേന് 4ാമത്തെ ആൺപുത്രൻ എന്ന നിലയിൽ ആ മാതാപിതാക്കന്മാർക്ക് അവരുടെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന വേണം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ആ നല്ല നിമിഷങ്ങളൊക്കെ ഞാൻ ദൈവത്തിന് നന്ദിയോടെ ഇത്തരണത്തിൽ അങ്കിൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. പിന്നത്തേതിൽ വടക്കേ ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ അനേക ഇടങ്ങളിൽ പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ, പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ, സഭാ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ, സംഘടനാ തലത്തിലൊക്കെ വളരെ ഏറെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തത് മുൻനിരയിൽ നിന്ന് ഭംഗിയായി നിർവഹിക്കാനൊക്കെ ദൈവം സഹായിച്ചു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. പോയിടത്തെല്ലാം കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ, ആ വെളിച്ചം, ആ സൗരഭ്യവാസന വളരെ നന്നായി അനേകർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു ഹൃദയമുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം ഇന്നും അധികമധികമായി മാനിച്ചുകൊണ്ടിരിക്കുന്നു. ജോസഫ് ഫലപ്രദമായ ഒരു മുന്തിരിവള്ളി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അത് മതിലിന്മേൽ പടർന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർക്ക് ഒരുപോലെ ഫലം പുറപ്പെടുവിച്ചതുപോലെ ആമേനെ കർത്താവിൻ്റെ ദാസനെയും ദൈവം ആക്കിയിടത്തൊക്കെ എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പിന്നെയും അവസരങ്ങൾ ഒരുക്കട്ടെ. ഇന്ന് അമേരിക്കയുടെ പ്രദേശത്ത് അവിടെയും ആമേനെ വിശ്രമം കൂടാതെ രാവിലെ മുതൽ രാത്രി വരെ അനേക ആത്മീയ കൂട്ടായ്മകളിലും മീറ്റിങ്ങുകളിലും ഒക്കെ സംബന്ധിക്കുകയും ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു. കാലേബിനെ പോലെ ഇനിയും ഏറെ പ്രതികൂലമായ പല സാഹചര്യങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ, അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ കർത്താവിൻ്റെ ദാസന് ദൈവ സൗഖ്യവും ആരോഗ്യവും ബലം തരട്ടെ എന്ന് ഇത്തരണത്തിൽ ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകരോടൊപ്പം ഈ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവയ്ക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് മുഖാന്തരം ഞങ്ങളെ അറിയിക്കുക. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക്
പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com